ഇന്നത്തെ പകൽക്കാലം കർത്താവിൻ്റെ തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുവാനായി 2 തീമോത്തി ചാപ്റ്റർ 3 വേഴ്സസ് 1-5, 2 തീമോത്തിയോസ് 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. പരിശുദ്ധ പിതാവേ, തിരുസന്നിധിയുടെ ഞങ്ങൾ ഉപവാസത്തോടെ ആയിരിക്കുമ്പോൾ വീണ്ടും ഒരു സമയം ഞങ്ങളുടെ തിരുവചനത്തിൻ്റെ മുമ്പാകെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ മൊത്തമായി അറിയുന്നു, ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് അറിയുന്നു. സർവശക്തനെ അപശ ഞങ്ങളുടെ ഭാവി മുഴുവനും അങ്ങയുടെ കരങ്ങളിലിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ മുറ്റുമായി അറിയുന്ന കർത്താവ്, ഇന്നത്തെ പകൽക്കാലം ഈ തിരുവെഴുത്തുകളിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവവചനത്തോട് മത്സരിക്കാതെ, ദൈവവചനത്തോട് എതിർത്ത് നിൽക്കാതെ, ദൈവഭയത്തിൽ പൂർണ്ണമായി വചനത്തിന് കീഴ്പ്പെടുവാൻ അടിയനും അടിയൻ്റെ സഹോദരങ്ങൾക്കും ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും കർത്താവ് ഇടയാക്കണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിലിരുന്നാട്ട്. സഹോദരങ്ങളെ, നമ്മൾ കേട്ട വചനഭാഗം എന്ന് പറയുന്നത് 2 തീമോത്തിയിൽ നിന്ന് 2 തീമോത്തിയോസിൻ്റെ ലേഖനത്തിൽ നിന്ന് എടുത്തതാണ്. 2 തീമോത്തിയോസ് എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്ന ലേഖനമാണ്. അതുമാത്രമല്ല, റോമാ കാരാഗൃഹത്തിൽ താൻ തൻ്റെ മരണം കാത്തു കിടക്കുമ്പോൾ, പ്രോബബിളി ചരിത്രം പറയുന്നത് ഈ ലേഖനം എഴുതി ചില നാളുകൾക്കുള്ളിൽ കർത്താവിൻ്റെ ദാസൻ നീറോ ചക്രവർത്തിയുടെ കയ്യാൽ ശിരച്ഛേദം ചെയ്യപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെയെങ്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസിനെ പോലെയുള്ള ഒരു കർത്തൃദാസൻ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അറിയാം തൻ്റെ മരണം മുന്നിൽ വരുമ്പോൾ. അങ്ങനെയാണെങ്കിൽ തൻ്റെ മരണം മുന്നിൽ കണ്ടിട്ട് താൻ ഏറ്റുകൊണ്ടിരുന്ന തന്നെ ഏൽപ്പിച്ചിരുന്ന ആ ശുശ്രൂഷയെ മറ്റൊരു ദൈവദാസന് കൈമാറുന്ന സമയം തനിക്ക് എന്തായിരിക്കും ഏറ്റവും ഒടുവിൽ പറയുവാനുള്ളത്? ഒരു കർത്തൃദാസനോട്, തീമോത്തിയുടെ കയ്യിലേക്ക് തൻ്റെ ശുശ്രൂഷകളെ താൻ ഭരമേൽപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് എഫെസസ് സഭയെ താൻ ഭരമേൽപ്പിക്കുകയാണ്. അതിനു മുമ്പിൽ ഏറ്റവും അവസാനം മരണത്തിന് ചില നാളുകൾക്ക് മുമ്പ് താൻ എഴുതുമ്പോൾ എന്തായിരിക്കും താൻ എഴുതുന്നത്? അതാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ച് കേട്ട വചനഭാഗം. താൻ എന്താ എഴുതുന്നതെന്ന് ചോദിച്ചാൽ തീമോത്തിയോട് പറയുകയാണ്. പ്രത്യേകിച്ച് സഹോദരങ്ങളെ, നിങ്ങൾ ഭവനത്തിൽ പോയിട്ട് 2-ാം അധ്യായം ഒന്ന് പഠിക്കണം. 2-ാം അധ്യായം തീക്ഷ്ണതയോടെ പഠിക്കണം. തീമോത്തി എങ്ങനെയായിരിക്കണം, തീമോത്തിയുടെ ശുശ്രൂഷ എന്തായിരിക്കണം, താൻ എങ്ങനെ നിൽക്കണം, താൻ എങ്ങനെ സഭയെ സൂക്ഷിക്കണം എന്നൊക്കെയാണ് കർത്താവിൻ്റെ ദാസനോട് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് 3-ാമത്തെ അധ്യായത്തിൽ നാം വായിച്ച ഈ വചനഭാഗത്തിലേക്ക് വരുമ്പോൾ ഭാവിയിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവിൻ്റെ ദാസൻ പറയുകയാണിത്. ഹല്ലേലൂയ! എങ്ങനെ തീമോത്തി തന്നെ സൂക്ഷിക്കണം, തൻ്റെ ഉപദേശത്തെ എങ്ങനെ സൂക്ഷിക്കണം, തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സഭയെ എങ്ങനെ സൂക്ഷിക്കണം. ഹല്ലേലൂയ! മുന്നിലുള്ള ദുർഘട സമയങ്ങൾ എങ്ങനെയുള്ളതാണ്, പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം, ഇതൊക്കെയാണ് കർത്താവിൻ്റെ ദാസൻ അവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും, ഇത് എഴുതിയിരിക്കുന്നത് അവിശ്വാസികളെ കുറിച്ചല്ല, ഇത് എഴുതിയിരിക്കുന്നത് വിശ്വാസികളെ കുറിച്ചാണ്. കർത്താവിൻ്റെ സഭയിലിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ചാണ്. പ്രാരംഭമായി ഞാനൊരു കാര്യം പറയട്ടെ സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും, നമ്മുടെ സഭയിൽ കടന്നു വരാതിരിക്കുന്ന, സഭയിലായിരിക്കുന്ന മറ്റ് സഹോദരങ്ങളൊക്കെയും, പിന്നെ നൂറുകണക്കിന് മനുഷ്യർ ഈ വചനം ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുവാനിടയാകും. എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. ദൈവത്തിൻ്റെ തിരുവചനത്തെ നിങ്ങൾ ഭയപ്പെടുന്നെങ്കിൽ, ദൈവത്തിൻ്റെ തിരുവചനം ദൈവശ്വാസീയമാണെന്ന് താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് 3:16 കേൾക്കാൻ പറ്റും. ദൈവത്തിൻ്റെ തിരുവചനം ദൈവശ്വാസീയമാണെന്ന്. ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും അതാത് നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മുമ്പിലുള്ള അപകടങ്ങളെ അറിഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുകയും നമ്മളോട് ഓർമ്മിപ്പിച്ചുണർത്തുകയും ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ തിരുവചനം. ഈ വചനം എൻ്റെ ജീവിതത്തിന്
എൻ്റെ ആത്മീയതയ്ക്ക് മാത്രമല്ല, എൻ്റെ ഭൗതികതയ്ക്ക് മാത്രമല്ല, എൻ്റെ നിത്യതയ്ക്ക് പോലും ഈ വചനം മാത്രമേ ആശ്രയമായിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളോടാണ് ഞാൻ ഈ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നത്. അതല്ല ആരെങ്കിലും പറയുകയാണെന്നല്ലോ ഈ വചനം കേട്ട് മടുത്തു എന്ന് പറയുന്നെങ്കിൽ, സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങളോട് ആരോടുമല്ല ഈ ദൈവവചനം പറയുന്നത് എന്ന് വളരെ താഴ്മയോടെ ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ കേൾക്കണമേ സഹോദരങ്ങളെ, ഇവിടെ പറയുകയാണ് എ ഗ്രൂപ്പ് ഓഫ് ബിലീവേഴ്സ് ഹു അപ്പിയർ ടു ബി ക്രിസ്ത്യൻസ്. അതായത് ദൈവമക്കളെന്ന് പറയപ്പെടുന്ന ഒരു കൂട്ടം ജനം, അവരെ കുറിച്ച് ഇവിടെ പറയുന്നത് നിങ്ങൾ വായിച്ചു നോക്കണം. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നു 5-ാമത്തെ വാക്യത്തിൽ, ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവർ. ഭക്തിയുടെ വേഷം ധരിക്കുന്നത് ആരാണ്? ലോകത്തിലെ ലൗകിക മനുഷ്യനല്ല ഭക്തിയുടെ വേഷം ധരിക്കുന്നത്. ഭക്തിയുടെ വേഷം ധരിക്കുന്നത് ഭക്തന്മാരെന്ന് അഭിനയിക്കുന്നവരാ, അല്ലേ? അപ്പോൾ ഭക്തന്മാരെന്ന് പറയുന്നത് ആരാണ്? വിശ്വാസികളെന്ന് സ്വയം വിളിക്കുന്നവർ, വിശ്വാസികളെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നവർ. അതുമാത്രമല്ല, സർവശക്തനായ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് തങ്ങൾ ദൈവജനമാണെന്ന് പറഞ്ഞുകൊണ്ട്, ദൈവം ആക്കി വച്ചിരിക്കുന്ന ദൈവസഭയുടെ ഭാഗമാണ് ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ശക്തിയില്ലാത്തവരായി തീരുക. അതെന്ത് ഐറോണിക്കലാണെന്ന് നോക്കിയേ. അതെന്തൊരു വിരോധാഭാസമാണ്. അത്യുന്നതനായ ശക്തനായ ഒരു ദൈവത്തിന്റെ ദൈവത്തിന്റെ മക്കളാണെന്ന് പറയുന്നവർ ശക്തിയില്ലാത്തവരായി തീരുക എന്ന് പറഞ്ഞാൽ there is something wrong, something fundamentally wrong. ഹല്ലേലൂയ. അടിസ്ഥാനപരമായി തെറ്റുകൾ അവിടെ ഉണ്ടല്ലേ? ശക്തനായ ഒരു ദൈവത്തിന്റെ മക്കൾക്ക് എങ്ങനെ ശക്തിയില്ലാതെ വരും? ഏത് ശക്തിയാ? ഭൗതിക ശക്തിയെക്കുറിച്ചല്ല, ശാരീരികമായ കായിക ബലത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, ആത്മീക ശക്തിയെക്കുറിച്ചാണ്. പിശാചിന്റെ തന്ത്രങ്ങളെ ജയിക്കുന്ന ശക്തി, ലോകത്തിന്റെ ലൗകികതയെ ജയിക്കുന്ന ശക്തി, എതിരുകളെ ജയിക്കുന്ന ശക്തി, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ ജയിക്കുന്ന ശക്തി, പാപത്തെ ജയിക്കുന്ന ശക്തി, പ്രതികൂലങ്ങളെ ജയിക്കുന്ന ശക്തി, ആ ശക്തിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. കായിക ബലം കൊണ്ട് ഈ പറഞ്ഞ ശക്തികളെ ഒന്നും ജയിക്കാൻ പറ്റത്തില്ല. കായിക ബലമുള്ളവർ എത്ര പേര് തോറ്റുപോയിരിക്കുന്നു സഹോദരങ്ങളെ സഹോദരി. അതുകൊണ്ട് ഇവിടെ പറയുകയാണ് ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്ന ഒരു ജനത്തോടാണ്, ഒരു ജനത്തെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് തീമോത്തിക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നത്. വളരെ അപകടമായത് കേട്ടോ. ദൈവസഭയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. തീമോത്തിയോട് പറയുകയാണ്, ഞാനതിനെ പാരാഫ്രൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, തീമോത്തിയോട് അപ്പോസ്തലനായ പൗലോസ് പറയുക, തീമോത്തി, നീ ഇത് ഓർക്കണം, നിന്റെ മുമ്പിൽ ഇരുന്ന് പ്രസംഗം കേൾക്കുന്ന പലരുമുണ്ടല്ലോ, അവരകത്ത് മാനസാന്തരം വന്നിട്ടുള്ളവരല്ല. അവർക്ക് വേഷം മാത്രമേ ഉള്ളൂ. അവർ ഭക്തിയുടെ വേഷം ധരിച്ചിരിക്കുന്നതാണ്. എന്നാൽ അവരുടെ പ്രൈവറ്റ് ലൈഫിൽ, അവരുടെ സ്വകാര്യ ജീവിതത്തിൽ അവർ തോറ്റു കിടക്കുന്നവരാണ്. അവർ പിശാചിന് അടിമപ്പെട്ട് കിടക്കുന്നവരാണ്. അത് നീ മനസ്സിലാക്കണം. നീ എല്ലാവരെയും ഒരുപോലെ വിശ്വസിക്കരുത്. നീ എല്ലാവരെയും ഒരുപോലെ ദൈവദാസന്മാരാണെന്നും ദൈവദാസിമാരാണെന്നും കാണരുത്. നീ ഒരിക്കലും ഒരുപോലെ ക്രിസ്തുവിന്റെ ശിഷ്യരാണ് എല്ലാവരുമെന്ന് നീ പറയരുത്. പക്ഷേ നിനക്കൊരു ഡിസേണിങ്, എ സ്പിരിറ്റ് ഓഫ് ഡിസേൺമെന്റ് നിന്നിൽ ഉണ്ടാകണം. വിവേചനം നീ കാണിക്കണം. ഹല്ലേലൂയ. ബലഹീനതയുള്ളവരുണ്ട്, ബലഹീനരല്ലാത്തവരുണ്ട്, ബലമുള്ളവരുണ്ട്. ഓരോരുത്തരെയും നീ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ദൈവവചനത്തിലേക്ക് നമുക്കൊന്ന് വരാം. He is talking about an empty religion without power. empty religion എന്ന് പറഞ്ഞാൽ ശൂന്യമായ മതം എന്ന് പറഞ്ഞാൽ, ബിബ്ലിക്കൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ ശൂന്യമായ ആത്മീയത. ആത്മീയതയുടെ മധ്യം, ആത്മീയതയുടെ ഉള്ളിൽ ശൂന്യതയാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ ബലമല്ലേ സഹോദരങ്ങളെ? ഈ ലോകത്തിലുള്ള മനുഷ്യർ, കർത്താവിനെ അറിയാത്ത മനുഷ്യരും നമ്മളും തമ്മിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയത്തുണ്ട്, നമ്മൾ ബലമുള്ളവരാണെന്ന് പറയുന്നുണ്ട്, അല്ലേ? അവർ പലതും ഓർത്ത് ഭാരപ്പെടുമ്പോൾ നമ്മൾ പറയും, സഹോദര ഭാരപ്പെടണ്ട, കൂട്ടുകാരാ ഭാരപ്പെടണ്ട എന്ന് പറയും. അങ്ങനെ ഭാരപ്പെടണ്ട എന്ന് പറയണമെങ്കിൽ അതിനുള്ള ബലം നമ്മളിൽ ഉണ്ടാവണം, അല്ലേ? അനേകർ ഈ ലോകത്തിന്റെ പിന്നാലെ ഓടുമ്പോൾ, ലോകമോഹങ്ങളിൽ വീണു പോകുമ്പോൾ, നിരാശയുടെ പടുകുഴിയിൽ മറ്റു ഡ്രഗ്സിനെയോ അല്ലെങ്കിൽ ആൽക്കഹോളിനെയോ ഒക്കെയും അവലംബിച്ച് അതിന് കീഴ്പ്പെട്ടുകൊണ്ട് അങ്ങനത്തെ ജീവിതം നയിക്കുമ്പോൾ, ഇതാ ഒരു കൂട്ടം ജനം പറയുകയാണ്, ഞങ്ങളുടെ ഉള്ളിൽ ആത്മീക ബലമുണ്ട്. ഏത് നിരാശയെയും അതിജീവിക്കുവാനുള്ള ബലം, ഏത് ഭയത്തെയും അതിജീവിക്കാനുള്ള ബലം, നാളെക്കുറിച്ച് പിശാച് പറയുന്ന ഏത് പ്രതികൂല അനുഭവങ്ങളെയും ക്രിസ്തുവിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ജയിക്കുവാനുള്ള ബലം ഉണ്ടെന്ന് പറയുന്ന ഒരു ജനമാണ് ആത്മീയതയിൽ ബലമുള്ള ജനം. എന്നാൽ ഇവിടെ പറയുന്ന ആത്മീയത എന്താണെന്നറിയാമോ? ശുഷ്കമായ ആത്മീയത. empty religion without power. A religion without power is called empty religion. അതായത് ആത്മീയതയിൽ ശക്തിയില്ലാതെ വന്നാൽ അതിനെയാ ശൂന്യമായ ആത്മീയത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്താണ് അതിന്റെ അർത്ഥം? externally religious, good looks and good
great attention, probably. Attention in the sense that, they don't, അവര് ഒന്നും ഇഗ്നോർ ചെയ്യത്തില്ല. അവര് എല്ലാ രീതിയിലും എക്സ്റ്റേണലി റിലീജിയസ് ആണ്. അവരെവിടെ എല്ലായിടത്തും ഉണ്ട്. ഞങ്ങൾ തങ്ങൾ ദൈവമക്കളാണെന്ന് പറഞ്ഞ് എല്ലായിടത്തും ഉണ്ടാകാം. ദൈവസഭയുടെ അറ്റൻഡൻസ് അവർ ഒരിക്കലും സഭായോഗങ്ങളെ അലക്ഷ്യമാക്കത്തില്ല. സഭായോഗങ്ങളിലൊക്കെ അവർ കണ്ടേക്കാം. അത് മാത്രമല്ല, ന്യായപ്രമാണ പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ദൈവവചനത്തിലുള്ള പല കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ അവർ ചെയ്യുന്നുണ്ടാകാം. അതിൻ്റെ ആത്മാവിനെ അവർ അനുസരിക്കുന്നില്ലെങ്കിൽ തന്നെയും. അത് മാത്രമല്ല, മറ്റുള്ള പലരോടും പറഞ്ഞേക്കാം, ഞങ്ങൾ നിങ്ങളെ പോലെയല്ല, ഞങ്ങൾ ദൈവമക്കളാണ്. ഇറ്റ് ഈസ് ഗുഡ് ലുക്സ്. ഗുഡ് ലുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when someone sees from outside, you can't find any fault with them, externally speaking. അങ്ങനെ ഒരു ജനമാണ്. മനസ്സിലാക്കണമേ സഹോദരങ്ങളെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനം, അതുപോലെ തന്നെ ഗുഡ് അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ദൈവവചനം അവർ കേൾക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. നമുക്ക് പോലും തോന്നും നമ്മുടെ ദൈവവചനം കേൾക്കുന്നവരാണെന്ന്. പക്ഷേ ഡീപ്പ് ഇൻസൈഡ് we are rejecting with the word of God. ഞാൻ താഴേക്ക് വരുമ്പോൾ ഇപ്പോൾ വായിച്ചു കേട്ട വചനഭാഗത്ത് നിന്ന് ചില ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം സഹോദരങ്ങളെ. Deep inside we are rejecting the word of God. We are rejecting the counsel of God. ദൈവത്തിൻ്റെ ആലോചനകളെ വ്യർത്ഥമാക്കുകയാണ്. ദൈവത്തിൻ്റെ ആലോചനകളെ വ്യർത്ഥമാക്കുന്ന ഒരു ജനത്തെക്കുറിച്ച് തൊട്ടടുത്ത 8-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യന്നേസും എംബ്രേസും മോശയോട് എതിർത്തു നിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു. ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരും അത്രേ ഇവർ. ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവവചനത്തോട്, ദൈവത്തിന്റെ സത്യത്തോട്, സേവിങ് ഗ്രേസ് ഓഫ് ഗാഡ്, ക്രിസ്തുവിന്റെ രക്ഷയുടെ വചനത്തോട് അവർ എതിർത്തു നിൽക്കുകയാണ്. സ്വന്തം ജീവിതത്തിലേക്ക് വചനത്തെ സ്വീകരിക്കുവാൻ കഴിയുന്നില്ല. കാരണം അവരുടെ പല ലൗകിക സ്വഭാവങ്ങൾക്കും ലൗകിക സന്തോഷങ്ങൾക്കും വിലങ്ങുതടിയായി ഈ വചനം വരികയാണ്. ഹല്ലേലൂയ. ഈ വചനം കേൾക്കും തോറും ഹല്ലേലൂയ, അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ്, രക്ഷയുടെ വചനമാകുന്ന ആത്മാവ് അകത്തേക്ക് കൊണ്ടുവരുമ്പോൾ, ഹല്ലേലൂയ, എന്നാൽ തങ്ങൾ ലൗകിക മോഹികളായതുകൊണ്ട്, പാപ സ്നേഹികളായതുകൊണ്ട്, ഈ ലോകത്തെക്കുറിച്ചുള്ള വലിയ മോഹങ്ങൾ അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട്, കൂട്ടുകാരാൽ അവർ വശീകരിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ദൈവവചനം അവർക്കൊരു വിലങ്ങ് തടിയായി മാറുകയാണ്. സഹോദരങ്ങളെ, they are prioritizing personal desires over spiritual devotion. ഭൗതികമായ ആഗ്രഹങ്ങൾ, ജഡികമായ ആഗ്രഹങ്ങൾ ആത്മീകമായ സമർപ്പണത്തിന് ഉപരിയായി അവരുടെ ജീവിതത്തിൽ അവർ വെച്ചിരിക്കുന്നു. കാരണം അവരെല്ലാത്തിനും ലിമിറ്റ് പറയുകയാണ്. They want the minimum of the Lord, maximum of the world. ദൈവം ഞങ്ങൾക്ക് മിനിമം വേണം. എന്താ? ഒരു പേരിന് വേണ്ടി. മാക്സിമം ഓഫ് ദ വേൾഡ്, ലോകം ഞങ്ങൾക്ക് മൊത്തം വേണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒന്ന് പ്രാർത്ഥിച്ച് തീർന്നോട്ടെ. കൂട്ടുകാർ വിളിക്കുമ്പോൾ പറയും, ഞാൻ ഒന്ന് പ്രാർത്ഥിച്ച് തീർന്നോട്ടെ, ഞാൻ ഇപ്പോൾ വരാം. ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ ഒരു ചെറിയ മിനിമം വേണം. ഹല്ലേലൂയ. അവർക്ക് പലപ്പോഴും സഭായോഗങ്ങൾ തടസ്സമാണ്. അവർ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പ്രസംഗം. ഈ പ്രസംഗം കൊണ്ട് സ്വർഗത്തിൽ പോകുവാൻ ഒക്കുമെങ്കിൽ ഈ സ്വർഗം എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞ വിശ്വാസികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞ വിശ്വാസികളുടെ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഞാൻ അകത്ത് കുലുങ്ങിപ്പോയിട്ടുണ്ട്. ഇവർ വിശ്വാസികളാണോ? ഇവർ വീണ്ടും ജനനം പ്രാപിച്ചവരാണോ? ഇവരെങ്ങനെ ദൈവസഭയുടെ ഉള്ളിലെത്തുന്നു? ഹല്ലേലൂയ. They become the haters of the word of God. എന്തുകൊണ്ട്? അവർ ലോകത്തെ സ്നേഹിച്ചു പോകുന്നു. ലോകം അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് അവരുടെ കണ്ണുകളെ അടച്ചു വെച്ചിരിക്കുന്നു. മറന്നു പോകരുത് സഹോദരങ്ങളെ, മുന്നോട്ട് കേൾക്കണമേ. They decline in love and virtues. സ്നേഹത്തിൽ അവർ കുറഞ്ഞു വരുന്നു, നന്മകളിൽ അവർ കുറഞ്ഞു വരുന്നു. പരസ്പരം സ്നേഹിച്ചു കൊണ്ടിരുന്നവർ, ദൈവത്തെ സ്നേഹിച്ചവർ, ദൈവവചനത്തെ സ്നേഹിച്ചവർ, കഴിഞ്ഞ നാളുകളിൽ ദൈവം സർവസ്വവുമെന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നവർ, ഇന്ന് അവരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ സ്നേഹമെല്ലാം ആദ്യം എഫെസോസ് സഭയോട് വെളിപ്പാട് പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ എഫെസോസ് സഭയോട് പറയുന്നത്, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറവ് നിന്നെക്കുറിച്ച് പറയുവാനുണ്ട് എന്ന്. അതേ അനുഭവം, ആദ്യമേ സ്നേഹമുണ്ടായിരുന്നു. കർത്താവിൽ നിന്ന് പ്രാപിക്കാവുന്നതൊക്കെ അവർ പ്രാപിക്കുവാനായിട്ട് ശ്രമിച്ചു. കർത്താവ് അവരെ സഹായിച്ചു. ജീവിതത്തിന്റെ ഭൗതിക അനുഭവങ്ങളിൽ മാറ്റങ്ങൾ കൊടുത്തു. ചോദിച്ചതൊക്കെയും കർത്താവ് അവർക്ക് കൊടുത്തു. ഭൗതിക ജീവിതത്തിൽ മാറ്റം സംഭവിച്ചപ്പോൾ, നന്മ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, അനുഗ്രഹത്തെ സ്നേഹിച്ച് അനുഗ്രഹിച്ച കർത്താവിനെ പലരും മറന്നു കളയുന്ന അനുഭവം. ഹല്ലേലൂയ. ഇതാണ് ഈ എംപ്റ്റി റിലീജിയന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. They decline in love and the virtues.
They become self-centeredness, love of money, pride, and a denial of God's power despite having a form of godliness. Self-centeredness, സ്വാർത്ഥരായി മാറുകയാണ്. ഹല്ലേലൂയ. മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ജനം ഇന്ന് തങ്ങളിലേക്ക് തന്നെ ഒതുങ്ങുകയാണ്. കാരണം എന്നാണെന്നറിയാമോ? അവരെ സ്വാധീനിക്കുന്ന ഒരു ശക്തി അവരുടെ ചുറ്റുമുണ്ട്. അവർ മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോൾ അവർ ദൈവസഭയുടെ ഉള്ളിലേക്കല്ല നോക്കുന്നത്. അഥവാ ദൈവസഭയുടെ ഉള്ളിലേക്ക് നോക്കിയാൽ തന്നെയും അവർക്കറിയാവുന്ന ചില വ്യക്തികളുണ്ട്, ലോകസ്നേഹികളായവർ. അവരുടെ വഴികളാണ് അവർ പിന്തുടരുന്നത്. അവർ ലോകത്തിലേക്ക് നോക്കുമ്പോൾ അവരുടെ കൂട്ടുകാര് പടുത്തുയർത്തിയിരിക്കുന്ന ലൗകികമായിട്ടുള്ള സംരംഭങ്ങൾ അവർ കാണുന്നു, കൊട്ടാരങ്ങൾ അവർ കാണുന്നു, ലൗകികമായിട്ടുള്ള സമൃദ്ധികൾ അവർ കാണുന്നു, ലൗകികമായിട്ടുള്ള നേട്ടങ്ങൾ അവർ കാണുന്നു. അങ്ങനെ എന്ത് പറ്റുന്നറിയാമോ? ലോകം അവരിലേക്ക് കടന്നു വന്ന്, കൂട്ടുകാരുടെ സ്വാധീനം അവരിലേക്ക് കടന്നു വന്ന് ഒരിക്കൽ അവർക്ക് സ്വായത്തമായിരുന്ന ദൈവികത, ആത്മീകത അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. They become empty. അവർ ശുഷ്കിച്ചു പോകുന്നു. എന്താ ഒരു ഫ്രൂട്ട് ശുഷ്കിച്ചു പോവുക എന്ന് പറഞ്ഞാൽ, ഒരു പഴം അല്ലെങ്കിൽ ഒരു ഫലം ശുഷ്കിച്ചു പോവുക എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാമോ? അതിൻ്റെ അകത്തുള്ളതിന്, അതിൻ്റെ വിത്തിന് കേട് വന്നതുകൊണ്ട് അത് ശുഷ്കിച്ചു പോയത്. ഏറ്റവും വിലയേറിയതായി അതിൻ്റെ അകത്തുണ്ടായിരുന്നതിൻ്റെ ഇല്ലാതെ വന്നപ്പോഴാണ് പുറന്തോട് അമർന്നത് ശുഷ്കിച്ചു പോയത്. സഹോദരന്മാരെ, സഹോദരിമാരെ, ആത്മീകമായ ശുഷ്കത നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഇന്നത്തെ പകൽക്കാലം ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. പിശാച് ജീവരക്തം, ആത്മീയ രക്തം വലിച്ചു മാറ്റിട്ട് പകരം ലോകത്തിന്റെ രക്തം അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിരിക്കുക. ഹല്ലേലൂയ. 2 Kings 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വലിയ സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏലിയാവ് ചുഴലിക്കാറ്റിലെ സ്വർഗത്തേക്ക് എടുക്കപ്പെട്ടതിന് ശേഷം എലീഷ വന്ന് യെരിഹോവിൽ താമസിക്കുന്നു. എലീഷ വന്ന് യെരിഹോവിൽ, ജെറിക്കോയിൽ താമസിക്കുന്ന സമയത്ത് യെരിഹോവിലെ പട്ടണത്തിലുള്ളവർ, അവിടുത്തെയുള്ള ജനങ്ങള് എലീശയുടെ അടുത്ത് വന്ന് പറയുന്ന ഒരു വാക്യമോട് എഴുതിയിരിക്കുന്നു. അനന്തരം പട്ടണക്കാർ എലീശയോട്, ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമായതെന്ന് യജമാനൻ കാണുന്നുവല്ലോ, എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവുമാകുന്നു. എലീശയോട് വന്ന് പറയുക, അങ്ങ് ഈ പട്ടണത്തിലേക്ക് ഒന്ന് നോക്കിയേ, എത്ര മനോഹരമായിട്ടാണ് ഈ പട്ടണത്തിന്റെ ഇരിപ്പ്. This city appeared to be so wonderful, so attractive, so tempting. But the problem is this: water is very bad and the ground is barren. എത്ര ഭീകരതയല്ലേ! പുറത്ത് നമ്മൾ നോക്കുമ്പോൾ മനോഹരമായ ഒരു പട്ടണം, പുറത്ത് നോക്കുമ്പോൾ ആരും ആകർഷിക്കുന്ന ഒരു പട്ടണം, പുറത്ത് നോക്കുമ്പോൾ എല്ലാവരും അതിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു പട്ടണം. പക്ഷേ ഹല്ലേലൂയ, പട്ടണക്കാർ പറയുകയാണ്, അതിലെ ദേശവാസികൾ പറയുകയാണ്, ഒരു വലിയ വിഷയമുണ്ട്. എന്തുവെന്നറിയാമോ? ഇവിടെ ജീവനില്ല. ഇവിടുത്തെ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല. ഒരു കപ്പ് വെള്ളം വേണമെങ്കിൽ, ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ കിലോമീറ്ററുകൾ ഓടിച്ച് അടുത്ത പട്ടണത്തിൽ പോയി വേണം കുടിക്കാൻ. അടുത്ത പട്ടണക്കാർ ഇവിടെ വന്ന് കുടിക്കേണ്ടതിന് പകരം ഇവിടുത്തെ പട്ടണക്കാർ അവിടെ പോയി കുടിക്കേണ്ട അവസ്ഥ. ചിന്തിക്കണമേ. അത് മാത്രമല്ല, ദേശം ഗർഭനാശകമാണ്. ദ ലാൻഡ് ഓർ ദ ഗ്രൗണ്ട് ഈസ് ബാരൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പച്ച പുല്ല് പോലും ഈ ദേശത്ത് കിളിർക്കത്തില്ല. കാരണം ജീവൻ ഇവിടെ ഇല്ല. എത്ര ഭയാനകമായ ഒരു അവസ്ഥയാണ്. ഇതൊരു വലിയ മെസ്സേജാണ് കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ, ഈ 2:19 എടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ മെസ്സേജ് ആയിട്ട് ഈസ് ടോക്കിംഗ് അബൌട്ട്. ഐ എം നോട്ട് ഗോയിങ് ദെയർ. ഐ എം ജസ്റ്റ് സേയിങ് ദിസ് ഈസ് എ ലൈഫ് ഓഫ് സം ഓഫ് ദ ബിലീവേഴ്സ്. ദിസ് ഈസ് എ ലൈഫ് ഓഫ് സം ഓഫ് ദ ബിലീവേഴ്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ, പുറത്തു നിന്ന് നോക്കുമ്പോൾ മനോഹരമാണ്. എവറിത്തിങ് ഈസ് ഇൻ പ്ലേസ്. എല്ലാം അതാത് സ്ഥാനങ്ങളിലുണ്ട്. എല്ലാം അതാത് സ്ഥാനങ്ങളിലുണ്ട്. രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നു, മാനസാന്തരപ്പെട്ടെന്ന് പറയുന്നു, സ്നാനപ്പെട്ടെന്ന് പറയുന്നു. ഇതൊക്കെ നടക്കുന്നുണ്ട് ഓർഡറിൽ. ദൈവസഭയുടെ ഭാഗമാണെന്ന് പറയുന്നു, ദൈവസഭയ്ക്ക് കൊടുക്കാനുള്ളതൊക്കെ അവർ കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഗർഭനാശകമായി ജീവനില്ലാകത്ത് ഒരു പുല്ല് പോലും അകത്ത് മുളയ്ക്കുന്നില്ല. വായിൽ നിന്ന് വരുന്ന ദൂഷണമായ വാക്കുകൾ, അത് നിർജീവമായ ദുർവർത്തമാനങ്ങൾ, അതെന്താണെന്നറിയാമോ? ഈ പറഞ്ഞിരിക്കുന്ന ബാരനിന്റെ അനുഭവമാണ്. ബാഡ് വാട്ടർ. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ബാഡ് വാട്ടർ. നമ്മുടെ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ പുറപ്പെടും. അല്ലേ? നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ടത് ജീവജലത്തിന്റെ നദികളാണ്. കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളിൽ പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടേണ്ടത് ജീവജലത്തിന്റെ നദികളാണ് പുറപ്പെടേണ്ടത്. അതിനു പകരം പുറപ്പെടുന്നത് എന്താണെന്നറിയാമോ?
ഗർഭനാശകമായ വെള്ളം, അതിലെ വെള്ളം ചീത്തയാണെന്ന് യെരിഹോവിനെ കുറിച്ച് പറഞ്ഞതുപോലെ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ ചീത്തയുടെ വാക്കുകളാണ്, കേൾക്കുന്നവരെ നശിപ്പിക്കുന്ന വാക്കുകളാണ്, കേൾക്കുന്നവരുടെ ജീവൻ ഇല്ലാതാക്കുന്ന വാക്കുകളാണ്. ആരെങ്കിലും ജീവനുള്ളവർ പോലും ആ വാക്കുകൾ കേട്ട് കാലക്രമേണ ജീവനില്ലാത്തവരായി മാറും. അതാണ് ഈ അനുഭവം. സഹോദരന്മാരെ, സഹോദരിമാരെ, അന്ത്യകാലഘട്ടത്തിന്റെ അനുഭവത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോട് ഓർമ്മപ്പെടുത്തുകയാ. തീമോത്തി, ദൈവജനത്തെ ഇത് ഉപദേശിക്കണം. അവരുടെ മുമ്പിൽ ഒരു കാലഘട്ടം വരുന്നു, പിശാച് അവരെ തകർത്ത് കളയുന്ന ഒരു കാലഘട്ടം, അവരിലൂടെ ദൈവസഭയെ ഭിന്നതയിലേക്ക് നയിക്കുന്ന ഒരു കാലഘട്ടം മുമ്പിൽ വരുന്നുവെന്ന് ജനത്തെ നീ ഓർമ്മിപ്പിക്കണം. അതവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. Water is very bad and the ground is barren. There is no hope. There is no hope. അവരിലൂടെ ആരെങ്കിലും ഒരാള് വചനം കേട്ട് മാനസാന്തരപ്പെടുമോ? അവരിലൂടെ ആരെങ്കിലും ഒരാള് വചനം കേട്ട് രക്ഷിക്കപ്പെടുമോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു പച്ച പുല്ല് പോലും മുളയ്ക്കുന്നില്ല അവരിൽ. കാരണം ജീവനില്ല. അതിലെ വെള്ളം, അവരുടെ വെള്ളം ചീത്തയാണ്, സാക്ഷ്യമില്ല. പിന്നെ എങ്ങനെ ഒരു പച്ച പുല്ലിന് മുളയ്ക്കുവാനായിട്ട് പറ്റും? എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, ഇന്ന് ഈ ഉപവാസത്തിന്റെ നാളിൽ നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ കുറവുകളുള്ളവരാണ്. ദിസ് ഈസ് നോട്ട് എ മെസ്സേജ് ഓഫ് കണ്ടംനേഷൻ. എപ്പോഴും ഓർക്കണമേ സഹോദരങ്ങളെ, നമുക്ക് ദൈവവചനം ഉൾക്കൊള്ളുവാൻ കഴിയാതെ വരുമ്പോൾ നാം കൊടുക്കുന്ന ലേബലാണ് ഇറ്റ് ഈസ് എ വേർഡ് ഓഫ് കണ്ടംനേഷൻ. നോ. ഒരു വ്യക്തി അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ ആദ്യം ഓർക്കുക, നിന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് നിന്റെ കുറവുകളാണെന്ന് നിന്റെ കോൺഷ്യൻസ്, നിന്റെ ബോധ മനസ്സ് നിന്നെ ഓർമ്മിപ്പിക്കുന്നതാണ് കണ്ടംനേഷൻ. ഹല്ലേലൂയ. If you study about that, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇത് പിന്നീട് ഒരിക്കൽ ആരെങ്കിലും ദൈവസഭയിൽ കേൾക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സഹോദര, സഹോദരി, ദൈവത്തിന്റെ സ്നേഹത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഏതെങ്കിലും ഒരു ദൈവദാസനിലൂടെ, ഏതെങ്കിലും ഒരു ദൈവദാസിയിലൂടെ ദൈവത്തിന്റെ തിരുവചനം നീ കേൾക്കുമ്പോൾ, അതല്ല നിന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ഈ വചനത്തിലൂടെ നീ വായിക്കുമ്പോൾ, ചില വചനം നിന്നൊരു മാറ്റം ഡിമാൻഡ് ചെയ്യുമ്പോൾ നീ പറയരുത് ഈ വചനം കണ്ടംനേഷന്റെ വചനമാണെന്ന്. നോ. എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, നാം നമ്മെ തന്നെ ഈ നാളുകളിൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നാം ലക്ഷ്യം വെച്ചിരിക്കുന്ന ആ ദേശത്ത് എത്താനായിട്ട് പറ്റൂ. അല്ലെങ്കിൽ പിന്നെ എന്തിന് ഈ ലോകം വേണ്ട എന്നും പറഞ്ഞ് ദൈവസഭയുടെ അകത്തേക്ക് നീ വന്നു? നിനക്ക് ലോകത്തിൽ തന്നെ ജീവിച്ചാൽ പോരെ? ദൈവസഭയുടെ അകത്തേക്ക് നീ കടന്നു വന്നെങ്കിൽ നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ കുഞ്ഞുങ്ങൾക്കും നിന്റെ തലമുറകൾക്കും ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ നിന്നെ മാറ്റുവാൻ പിശാച് ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി ചില വ്യക്തികളെ നിന്റെ മുമ്പിൽ വെച്ച് നിന്നെ വഞ്ചിക്കുകയാണ്. അത് നീ തിരിച്ചറിയണം. അത് നീ തിരിച്ചറിയണം. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ചിലർക്ക് കൈ കൊടുത്തിട്ട് ഹല്ലേലൂയ, പടകിൽ നിന്ന് ഇറങ്ങി കർത്താവിന്റെ അടുക്കിലേക്ക് നടന്നുപോയ പത്രോസ് വെള്ളത്തിൽ മുങ്ങുവാൻ തുടങ്ങിയപ്പോൾ കർത്താവ് എന്താ ചെയ്തതെന്നറിയാമോ? തന്റെ കരം നീട്ടി പത്രോസിന് ആ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു. അതുപോലെയാണ് എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്നെയും എന്നെയും ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, എന്റെ അയൽവക്കങ്ങളിൽ, എന്റെ കൂട്ടുകെട്ടുകളിൽ ചില വ്യക്തികൾ മുങ്ങി താഴ്ന്നത് കാണുമ്പോൾ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് അവർ കൈ ഉയർത്തി നിലവിളിക്കുമ്പോൾ അവരുടെ കയ്യിലേക്ക് പിടിച്ച് ആ കുഴിയിൽ നിന്ന്, ആ ചേറ്റിൽ നിന്ന്, ആ താണുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെ മധ്യത്തിൽ നിന്ന് അവരെ നീ വലിച്ചെടുക്കുവാനാണ് നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത്. ആത്മാവിന്റെ ശക്തി തന്ന യേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ശക്തി നിന്ന് തന്റെ ശിഷ്യനായി. നിനക്ക് ബലമില്ലെങ്കിൽ, നിനക്ക് ദർശനമില്ലെങ്കിൽ, നിനക്ക് കാഴ്ചപ്പാടില്ലെങ്കിൽ ഈ ലോകത്തെ എങ്ങനെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ നിനക്കും എനിക്കും കഴിയും? ഇന്ന് പകൽക്കാലം ശാന്തമായി ആലോചിക്കണമേ ദൈവമക്കളെ. ഇന്ന് പകൽക്കാലം നാം ശാന്തമായി ആലോചിക്കണമേ. ഹല്ലേലൂയ. ഞാൻ വേഗം മുന്നോട്ട് കടന്നു പോവുക, ഞാൻ അധികം സമയം എടുക്കുന്നില്ല. മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഇതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഈ പറഞ്ഞിരിക്കുന്ന ആളുകളിലേക്കൊന്ന് നോക്കിയേ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. There will be in the last days perilous times shall come. ദുർഘട സമയങ്ങൾ. ഇത് പറയുന്നത് എന്താണെന്നറിയാമോ? ഭൂകമ്പങ്ങളെ കുറിച്ച്, എർത്ത് കുറിച്ചോ മറ്റെന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചല്ല, പ്രകൃതിക്ഷോഭങ്ങളെ കുറിച്ചല്ല, ഭൂകമ്പങ്ങളെ കുറിച്ചല്ല, സുനാമികളെ കുറിച്ചല്ല, യുദ്ധങ്ങളെയും ക്ഷാമങ്ങളെയും കുറിച്ചൊന്നുമല്ല. ഈ ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. കാരണം ഈ പ്രകൃതിക്ഷോഭവും ഈ ലോകത്തിലെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊന്നും സഭയ്ക്കൊരു പ്രശ്നമല്ല. എന്നാൽ സഭയ്ക്ക് വരുന്ന ദുർഘട സമയം എന്താണെന്നാണ് അടുത്ത വാക്യത്തിൽ ആത്മീയ ഭാഷയിൽ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. എന്താണെന്നറിയാമോ? മനുഷ്യർ സ്വസ്നേഹികളായി മാറും, ദ്രവ്യാഗ്രഹികളായി മാറും, വമ്പ് പറയുന്നവരായി മാറും, അഹങ്കാരികളായി മാറും, ദൂഷകന്മാരായി മാറും, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരായി മാറും, നന്ദി കെട്ടവരായി മാറും,
അശുദ്ധരായി മാറും, വാത്സല്യമില്ലാത്തവരായി മാറും, ഇണങ്ങാത്തവരായി മാറും, ഏഷണിക്കാരായി മാറും, അജിതേന്ദ്രന്മാരായി മാറും, ഉഗ്രന്മാരും സൽഗുണദോഷികളുമായി മാറും, ദ്രോഹികളായി മാറും, ധാർഷ്ട്യക്കാരായി മാറും, നിഗളികളായി മാറും, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരാകുന്നവരായി മാറും, ഭക്തിയുടെ വേഷം ധരിച്ചതിന് ശക്തി ത്യജിക്കുന്നവരായിത്തീരും. ഒന്ന് ആലോചിച്ച് നോക്കണമേ സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുപാടുകളിലൊന്ന് നോക്കിക്കേ. ഇത് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നില്ലേ? ആ പഴയ തീഷ്ണത പലരിൽ നിന്നും മാറിപ്പോയി. പകരം വേറൊരു തീഷ്ണത വന്നു, വേറൊരു സ്നേഹം വന്നു. പഴയ സ്നേഹം മാറിയിട്ട് പുതിയൊരു സ്നേഹം അവരിലേക്ക് വന്നു. എ മിസ്പ്ലേസ്ഡ് അഫെക്ഷൻ. ദാറ്റ് മീൻസ് ലവ് ഈസ് ഡയറക്റ്റഡ് ടു എ റോങ് ഡയറക്ഷൻ. സ്നേഹം ഒരു തെറ്റായ ദിശയിലേക്ക് പോയി. അവർക്കൊരു സ്നേഹം നേരത്തെ ഉണ്ടായിരുന്നു, ദൈവത്തോടുള്ള സ്നേഹം, ദൈവസഭയോടൊരു സ്നേഹം, ദൈവജനത്തോടൊരു സ്നേഹം. ആ സ്നേഹത്തിനൊരു മാറ്റം വന്നു. ആ സ്നേഹം മറ്റൊരു ദിശയിലേക്ക് ഒഴുകാനായിട്ട് പോയി. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. മനുഷ്യർ സ്വസ്നേഹികളായി മാറി. ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടിരുന്നവർ, സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരുന്നവർ, ദൈവസഭയെ സ്നേഹിച്ചുകൊണ്ടിരുന്നവർ, ദൈവവചനത്തെ സ്നേഹിച്ചുകൊണ്ടിരുന്നവർ കഴിഞ്ഞ കാലങ്ങളിൽ കഷ്ടതയുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, ഒറ്റപ്പെടലിൻ്റെ മധ്യത്തിൽ ദൈവഭക്തന്മാരായ അപ്പച്ചന്മാരും അമ്മച്ചിമാരും നമുക്ക് തന്ന ഉപദേശങ്ങളെ മുറുകെ പിടിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ അതിനെ സ്നേഹിച്ചിരുന്ന ആ സ്നേഹം ഇന്നൊരു മറ്റൊരു ദിശയിലേക്ക് ഒഴുകിപ്പോയി. ലവേഴ്സ് ഓഫ് സെൽഫ്. മനുഷ്യർ സ്വസ്നേഹികളായി തീർന്നു. ലവേഴ്സ് ഓഫ് സെൽഫ്. ഒരു ഡിസൈപ്പിൾ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു ശിഷ്യൻ എന്ന് പറയുന്നത് ആരാന്നറിയാമോ? ലൂക്കോസിന്റെ സുവിശേഷം 9:23 പറയുന്നു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് ദിനത്തോറും എന്നെ അനുഗമിക്കട്ടെ. ഇഫ് എ പേഴ്സൺ ഹി വിഷസ് ടു ഫോളോ മീ, ഹി ഹാസ് ടു ഡിനൈ ഹിംസെൽഫ്. സെൽഫ് ലവ് മാറിയിട്ട് കർത്താവിനെ സ്നേഹിക്കണം, കർത്താവിൻ്റെ ക്രൂശിനെ സ്നേഹിക്കണം, സ്വന്തം കർത്താവ് കൂടെയാക്കിയിരിക്കുന്ന ദൈവജനത്തെ സ്നേഹിക്കണം, ദൈവസഭയെ സ്നേഹിക്കണം. ആ ക്രൂശ് എടുക്കുന്നവന് മാത്രമേ കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാൻ പറ്റൂ. ഇത് തന്നെയാണ് മർക്കോസിന് ശേഷം 8:34 എഴുതിയിരിക്കുന്നത്. ഇത് തന്നെയാണ് ലൂക്കോസ് 14:27 എഴുതിയിരിക്കുന്നത്. ഇത് തന്നെയാണ് മത്തായി 16:10 എഴുതിയിരിക്കുന്നത്. ആവർത്തിച്ച് വാക്യങ്ങൾ എഴുതിയിരിക്കുക. എന്താണെന്നറിയാമോ? ഡിനൈ യുവർ സെൽഫ്. നിന്റെ ഇഷ്ടങ്ങളെ നീ വേണ്ടെന്ന് വെക്കണം. നീ നിനക്ക് വേണ്ടി ജീവിക്കരുത്. നീ നിനക്ക് വേണ്ടി ജീവിക്കാതിരുന്നെങ്കിൽ മാത്രമേ നിനക്ക് ക്രിസ്തുവിന് വേണ്ടിയും ക്രിസ്തുവിന്റെ ജനത്തിനു വേണ്ടിയും ജീവിക്കുവാൻ കഴിയൂ. കാരണം എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മളെക്കുറിച്ച് ശ്രേഷ്ഠമായ ഒരു വിളിയുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും എന്നേക്കാൾ വളരെ പ്രായം കുറഞ്ഞവർ ഇവിടെ ഇരിപ്പുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവിന് വലിയൊരു വിളിയുണ്ട്, വലിയൊരു ലക്ഷ്യമുണ്ട്. അതിൽ നിന്ന് നീ മാറിപ്പോകരുത്. നിന്നെ മാറ്റുവാൻ പിശാച് പല തന്ത്രങ്ങളും ഉപയോഗിക്കുന്നു. ഇന്ന് നിന്റെ കുടുംബത്തിൽ സമാധാനമുണ്ട്, ഇന്ന് നിന്റെ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ട്. നാളെ ഒരു നാൾ വരുന്നു, നീ ഇപ്പോൾ പോകുന്നത് പോലെ പോവുകയാണെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ട്, നിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ട്, നിന്റെ സന്തോഷം നഷ്ടപ്പെട്ട് നീ അലയുന്ന ഒരു സമയം വരും. കാരണം എന്തെന്നറിയാമോ? നീ ക്രിസ്തുവിനെ വിട്ട് മറ്റൊരിടത്തേക്ക് നിന്റെ സ്നേഹത്തെ നീ ചായ്ച്ചു കളഞ്ഞു. വാട്ട് ഈസ് ദ മാർക്ക് ഓഫ് ബിബ്ലിക്കൽ ലവ്? ബൈബിൾ പറയുന്ന സ്നേഹത്തിന്റെ മാർക്ക് എന്താണെന്നറിയാമോ? സെൽഫ് സാക്രിഫൈസ്. ഇവിടെ പറയുന്ന സ്വസ്നേഹികൾ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ സെൽഫിനെ ലവ് ചെയ്യുന്നെന്ന് പറയുന്നു. അതിൻ്റെ ഓപ്പോസിറ്റാണ് ബിബ്ലിക്കൽ ലവ്. സെൽഫ് സാക്രിഫൈസ്, ആത്മത്യാഗം, സ്വയത്യാഗം. എൻ്റേതല്ല നിൻ്റേതാകട്ടെ എന്ന് പറയുന്നത്, എൻ്റേതല്ല നിൻ്റേതാകട്ടെ എന്ന് പറയുന്നത്. നമുക്കറിയാം കർത്താവ് ജഡത്തിൽ വന്നവനാണ്, അവിടുന്ന് ജഡത്തിൽ വസിച്ചവനാണ്. എന്നാൽ ആ ജഡത്തിൽ അവന് പാപം ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവനാണ്, വിത്തൗട്ട് ഹെൽപ്പ് ഓഫ് എ ഹ്യൂമൻ ഫാദർ. ഇപ്പൊ എൻ്റെ മക്കളുടെ ജീൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ജീനും എൻ്റെ ജീനുമായിട്ട് ചേർച്ചയുണ്ട്. അതാ DNA ടെസ്റ്റിലൊക്കെ അപ്പനാരാന്നോ അമ്മ ആരാന്നോ ഒക്കെ തിരിച്ചറിയുന്നത്. യേശു കർത്താവിൻ്റെ DNA എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പിതാവിൻ്റെതായ ഒരു പുരുഷൻ്റെതായിട്ടുള്ള സാന്നിധ്യം അതിനകത്തില്ല. കാരണം ഒരു സ്ത്രീയുടെ സഹായം മാത്രമേ സ്വർഗം ഏറ്റെടുത്തുള്ളൂ തൻ്റെ പുത്രൻ ഈ ലോകത്തിലേക്ക് വരുവാൻ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണമേ, ഹി വാസ് ടെംപ്റ്റഡ് ലൈക്ക് യു ആൻഡ് മീ. എന്നെ പോലെയും നിങ്ങളെ പോലെയും അവൻ പരീക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം അവനെ അനുവദിച്ചു. കാരണം പിതാവിൻ്റെയും പുത്രന്റെയും ഹിതം ഒന്നു തന്നെയായിരുന്നു അവർ സ്വർഗത്തിൽ വസിച്ച കാലം മുഴുവനും. കാരണം ദേ ആർ ട്രിനിറ്റി, അവർ ഒന്നായിരുന്നു. എന്നാൽ ഈ ഭൂമിയിലേക്ക് അവൻ വന്നപ്പോൾ ഹി കെയിം ഇൻ ടു എ നാച്ചുറൽ ഹ്യൂമൻ ബോഡി. ഒരു മനുഷ്യ ശരീരത്തിലേക്ക് അവൻ വന്നപ്പോൾ പിതാവിൻ്റെ ഹിതവും പുത്രന്റെ ഹിതവും രണ്ടായി മാറി. അതുകൊണ്ടാണ് കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, എൻ്റെ ഇഷ്ടം ചെയ്യുവാനല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ അത്രയും ഞാൻ വന്നത്.
അതുകൊണ്ടാണ് 26-ാം അധ്യായം മത്തായിയുടെ സുവിശേഷത്തിൽ ഗെത്സമന തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവ് പ്രാർത്ഥിച്ചത്, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിവൃത്തിയാകട്ടെ എന്ന്. മനസ്സിലായോ സഹോദരങ്ങളെ? അതുവഴിയാണ് യേശു കർത്താവ് നമുക്കൊരു മാതൃകയായി തീർന്നത്. നമ്മൾ പോയ അതേ വഴികളിൽ ഹല്ലേലൂയ പരീക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സ്വർഗം അവനെ കൈവിട്ടു. ഒരു മാനുഷികമായിട്ടുള്ള ആ ഒരു അവസ്ഥ അവനിലേക്ക് കൊടുത്തു. അതുകൊണ്ട് he became my example and your example as well. ഇവിടെ എന്തുവാ പറഞ്ഞതെന്ന് അറിയാമോ ദൈവമക്കളെ? അതുകൊണ്ടാണ് പിശാച് മത്തായിയുടെ സുവിശേഷം ഇത് വളരെ 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 നമ്മൾ വളരെ അറ്റൻഡ് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലും പിശാച് യേശു കർത്താവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം. ഹി വാസ് ടോക്കിംഗ് അബൌട്ട് എ ഡീൽ. അവനൊരു ഡീല് കൊണ്ടുവന്ന് കർത്താവിൻ്റെ മുമ്പിൽ വെക്കുക. എന്താണെന്നറിയാമോ? നീ ഒന്ന് വീണ് നമസ്കരിച്ചാൽ, അതിനു മുമ്പ് കാണുന്നുണ്ട് ലോകത്തിൻ്റെ പ്രൗഢികൾ, ലോകത്തിൻ്റെ രാജ്യത്വങ്ങളൊക്കെ അവനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊക്കെ എങ്കിലേൽപ്പിച്ചിരിക്കുന്നു, നീ എന്നെ വീണൊന്ന് നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാമെന്ന് പറഞ്ഞാൽ ജീസസ് ഹാഡ് ദ ചോയ്സ്. ലിസൺ ടു മീ. ജീസസ് ഹാഡ് ദ ചോയ്സ് വെദർ ടു ആക്സെപ്റ്റ് ഇറ്റ് ഓർ നോട്ട്. അവൻ വെച്ച ചോയ്സ് ഏറ്റെടുക്കുവാനോ അതിനെ നിരാകരിക്കുവാനോ ഉള്ള ഫ്രീഡം യേശു കർത്താവിന് ഉണ്ടായിരുന്നു. ബിക്കോസ് ഹി ഹാഡ് ഹിസ് ഓൺ വിൽ. ആ വില്ലാണ് പിതാവിനോട് പറഞ്ഞത്, നിന്റെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാകട്ടെ എന്ന്. ബിക്കോസ് ഹി ഹാഡ് ഹിസ് ഓൺ വിൽ. പക്ഷെ കർത്താവ് എന്താ ചെയ്തത്? അവിടെ ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ ശക്തിയാൽ പിശാചിനെ ജയിച്ചു. എൻ്റെയും നിൻ്റെയും മുമ്പിൽ ഇതുപോലുള്ള ഡീലുമായി പിശാച് കടന്നു വരുന്ന അനേക സന്ദർഭങ്ങളുണ്ട്. എത്ര ഉയർന്ന ദൈവദാസനായാലും, എത്ര കൃപാവരം പ്രാപിച്ച് അഭിഷക്തനായാലും ശരി, അഭിഷക്തയായാലും ശരി, ജീവിതത്തിൻ്റെ ചില സന്ദർഭങ്ങളിൽ ചില ഡീലുമായി പിശാച് നിന്റെ മുമ്പിൽ വരുമ്പോൾ യു വിൽ ഹാവ് ദ സെയിം ലെവൽ ഓഫ് ചോയ്സ് വിച്ച് ജീസസ് ഹാഡ്. അതുകൊണ്ടാണ് പറയുന്നത് കർത്താവ് നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു എന്ന്. മറന്നു പോകരുത് സഹോദരങ്ങളെ, എല്ലാ അവസ്ഥയിലും. ബിക്കോസ് ജീസസ് ഹാഡ് ഹിസ് ഓൺ വിൽ, വി ഓൾസോ ഹാവ് അവർ ഓൺ വിൽ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആ വില്ലിനെ ഡിനൈ ചെയ്ത് തൻ്റെ ക്രൂശ് എടുക്കുന്നവന് മാത്രമേ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയൂ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? സ്വസ്നേഹികൾ എന്ന് പറഞ്ഞാൽ സ്വന്തം വില്ലിനെ സ്നേഹിക്കുന്നവർ, സ്വന്തം ഇഷ്ടങ്ങളെ സ്നേഹിക്കുന്നവർ, സ്വന്തം താല്പര്യങ്ങളെ സ്നേഹിക്കുന്നവർ, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവർ. ഈ അന്ത്യകാലത്തിൻ്റെ പ്രത്യേകതയാണ് വിശ്വാസികൾ സ്വസ്നേഹികളായി മാറും. They become self-centered. അവരുടെ ഇഷ്ടത്തിനെതിരെ ആരെങ്കിലും സംസാരിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവരുടെ കംഫർട്ടിനെതിരെ ആരെങ്കിലും സംസാരിക്കുന്നത് ഇഷ്ടമല്ല. അവരുടെ താല്പര്യങ്ങൾക്കെതിരെ മറ്റെന്തെങ്കിലും കൊണ്ടുവരുന്നത് അവർക്ക് ഇഷ്ടമല്ല. അപ്പോഴവരെന്ത് ചെയ്യുമെന്നറിയാമോ? They will resist. അവർ റെസിസ്റ്റ് ചെയ്യുക മാത്രമല്ല, കൂടെയുള്ള ആരെയെങ്കിലുമൊക്കെ തങ്ങളുടെ പക്ഷത്ത് കൊണ്ടുവന്നിട്ട് അവർ ഒന്നിച്ചൊരു യൂണിയനായി മാറും. അപ്പോസ്തലനോട് പറയുക, നീ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണമേ, മാർക്ക് ഓഫ് ബിബ്ലിക്കൽ ലവ് ഈസ് സെൽഫ് സാക്രിഫൈസ്. അത് തന്നെയാണ് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 13:34 പറയുന്നത്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇറ്റ് വാസ് എ ന്യൂ കമാൻഡ്. ഇറ്റ് വാസ് എ ന്യൂ കമാൻഡ്. ഇറ്റ് വാസ് നോട്ട് ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്. പഴയ നിയമത്തിൽ അങ്ങനൊരു കൽപ്പനയില്ല. പഴയ നിയമത്തിൽ 12 ഗോത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും, പ്രത്യേകിച്ച് 10 ഗോത്രങ്ങളും 2 ഗോത്രങ്ങളും, യഹൂദ ഗോത്രവും ഇസ്രായേലും, അവര് പരസ്പരം മത്സരിച്ചുകൊണ്ടിരുന്നവരാ. അത് മാത്രമല്ല, ആ 10 ഇസ്രായേലിന്റെ 10 ഗോത്രങ്ങളിൽ തന്നെ അവർ പരസ്പരം മത്സരിക്കുന്നവരായിരുന്നു. അവരുടെ മധ്യത്തിൽ സ്നേഹമില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അവരുടെ മധ്യത്തിൽ സ്നേഹമില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരികയാ, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ഈസിയാണോ സഹോദര തമ്മിൽ സ്നേഹിക്കാൻ? ഭാര്യയ്ക്കും ഭർത്താവിനും സ്നേഹിക്കാൻ കഴിയുന്നില്ലല്ലോ. ചേട്ടനനിയന്മാർക്ക് ഒരു അപ്പൻ്റെയും ഒരു അമ്മയുടെയും മക്കളായി ജനിച്ചിരിക്കുന്ന സിബ്ലിങ്സിന്, ചേട്ടനനിയന്മാർക്ക് ആങ്ങളയ്ക്കും പെങ്ങൾക്കും സ്നേഹിക്കാൻ കഴിയുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ 2 കുടുംബത്തിൽ 2 അപ്പൻ്റെയും അമ്മയുടെയും മക്കളായി 2 ടെമ്പറമെന്റ്, 2 അപ്ബ്രിങ്ങിങ്ങിലുള്ള 2 വിശ്വാസികൾക്ക് ഒന്നിച്ച് സ്നേഹിക്കാൻ പറ്റും? പ്രിയ സഹോദരൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, ഇരുപക്ഷത്തെ, കഴിഞ്ഞ രാത്രി എപ്പോഴാണെന്ന് അറിയത്തില്ല, ആരോ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ഇരുപക്ഷത്തെയും നടുച്ചുവർ ഇടിച്ചു കളഞ്ഞ ഇരുപക്ഷത്തെയും ഒന്നാക്കി തീർക്കുന്ന അനുഭവം. എഫേസ്യ ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് അല്ലേ, 2-ാം അധ്യായത്തിൽ.
അതാണ് ദൈവസഭയിൽ നടക്കുന്ന പണി. എന്തെന്ന് പറഞ്ഞാമോ, എനിക്കും എൻ്റെ സഹോദരനും തമ്മിൽ ചേരുവാൻ കഴിയാത്തവണ്ണം പലതും നടിച്ചുവറായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ വിദ്യാഭ്യാസമായിരിക്കാം, ഒരു പക്ഷേ സംസ്കാരമായിരിക്കാം, ഒരു പക്ഷേ സാമ്പത്തികമായ ഉന്നതിയായിരിക്കാം, ഒരു പക്ഷേ മറ്റെന്തെങ്കിലുമൊക്കെ ആകാം. ആ നടിച്ചുവരുകളൊക്കെ ഇടിച്ചു കളഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും സമരാണെന്നുള്ള ചിന്തയിലേക്ക് കടന്നു വന്ന്, രണ്ടുപേരും ഒരപ്പൻ്റെ മക്കളാണെന്നുള്ള ചിന്തയിലേക്ക് വന്ന് ഞങ്ങൾ രണ്ടുപേരെയും സ്വർഗം സ്വീകരിച്ചിരിക്കുന്നത് ഒരേ ലെവലിലാണ്, ക്രിസ്തുവിലൂടെയാണെന്ന് തിരിച്ചറിഞ്ഞ് ഒന്നായി തീരുന്ന അനുഭവമാണ് സഭ. അതാണ് സാക്രിഫിഷ്യൽ ലവ്. അതാണ് സാക്രിഫിഷ്യൽ ലവ്. ഞാനായിട്ട് ജീവിച്ച് നിങ്ങൾ നിങ്ങളായിട്ട് ജീവിച്ചാൽ ഒരിക്കലും അതൊരു സഭയാകത്തില്ല. അതിന് പറയുന്ന മറ്റൊരു പേരാണ് കോൺഗ്രിഗേഷൻ. അതൊരു സമൂഹമാണ്, അതൊരു ക്ലബാണ്. ഒരുവൻ ഒരാളെ അറിയുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെയല്ല അങ്ങനെയല്ല ദൈവസഭ. നമ്മളെന്ന് പറഞ്ഞാൽ ഈ സഭ മാത്രമല്ല ഞാൻ പറയുന്നത്, കർത്താവിനെ ഭയപ്പെട്ട് അവിടുത്തെ വഴികളിൽ നടക്കുന്ന അനേക വിശുദ്ധരായ ദൈവമക്കള് ഈ ദേശത്തിൽ മറ്റു സഭകളിലുണ്ട്. പൂർണ്ണമായി ഞാനത് വിശ്വസിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ദൈവജനം എന്ന് പറയുന്നത് അങ്ങനെ ചേർക്കപ്പെട്ട ജനമാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും വിളി നഷ്ടപ്പെടുത്തരുത്. ഇവിടെ അപ്പോസ്തലൻ തീമോത്തിയോട് പറയുന്ന പോലെ ഒരു കാലം വരുന്നു, ദൈവജനത്തെ ദൈവസഭയിൽ നിന്ന് മാറ്റിക്കളയുന്ന ഒരു കാലം വരുന്നു. അന്ന് നീ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, എൻ്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നു. താഴേക്ക് വായിച്ചു വചനത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഭാഗങ്ങളൊന്ന് നോക്കിക്കോണം. പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, സമയം ഇല്ലാത്തത് കൊണ്ട്. 4-ാമത്തെ വാക്യം അധ്യായത്തിലേക്ക് വന്നാൽ അതിനേക്കാൾ ശക്തമായ വചനമാ പറയുന്നത്. 4-ാം അധ്യായം 2-ാമത്തെ വാക്കുകൾ പറയുകയാണ്. 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ ദൈവത്തെ, ഈ വാക്യങ്ങളൊക്കെ കേട്ട ഭയന്ന് പോകും കേട്ടോ. നിങ്ങൾ ഒരു പക്ഷെ പലപ്പോഴും എന്നോട് ചോദിക്കും, എന്താണ് എനിക്ക് ഈ വചനം പ്രസംഗിക്കുവാനുള്ള വീര്യമെന്ന്, എന്തുകൊണ്ടാണ് ഞാൻ മറ്റൊന്നും എൻ്റെ നാവിൽ എടുക്കാത്തതെന്ന്, എന്തുകൊണ്ടാണ് കർത്താവിന്റെ ക്രൂശിനെ കുറിച്ചും ക്രൂശിനോടുള്ള വിടുതലിനെ കുറിച്ചും ഞാൻ പ്രസംഗിക്കുന്നതെന്ന്, എന്തിനാണ് പാപത്തെ നീ മരണത്തോളം പാപത്തോട് എതിർത്ത് നിൽക്കണമെന്ന് ഞാൻ പ്രസംഗിക്കുന്നത് എന്തിനെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഇതാണ് അതിന്റെ ഉത്തരം. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. കണ്ടോ, ഒരു ശുശ്രൂഷകന് കൊടുത്തിരിക്കുന്ന കൽപ്പനയാണ്. ആരെയൊക്കെ സാക്ഷ്യം ചെയ്താണ് പറയുന്നത്. കർത്താവ് എന്നെ ഒരു വിളിച്ചപ്പോൾ ഇങ്ങനെ സത്യം ചെയ്ത് സാക്ഷ്യം പറഞ്ഞ എൻ്റെ കയ്യിൽ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചത്. നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ചപ്പോൾ ഇങ്ങനെ സത്യം ചെയ്ത് സാക്ഷ്യം പറഞ്ഞാണ് അവിടെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചത്. എന്താ ശുശ്രൂഷ? വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. കാരണം എന്തെന്നറിയാമോ? അവർ എന്ന് പറഞ്ഞാൽ സഭയിലുള്ള വിശ്വാസികൾ, അവർ പത്യോപദേശം പൊറുക്കുമാറ് എന്ന് പറഞ്ഞാൽ സത്യസുവിശേഷം കേൾക്കുവാൻ അവർക്ക് മനസ്സില്ലാതെ, അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടകന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കുവാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക. എന്താണെന്നറിയാമോ? നീ ഇങ്ങനെ പ്രസംഗിച്ചാൽ നീ കഷ്ടം സഹിക്കേണ്ടി വരും. കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. അടുത്ത വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് എത്ര മനോഹരമാ. അപ്പോസ്തലൻ പറയുകയാണ്, ഞാനോ ഇപ്പോൾ തന്നെ പാനീയകമായി ഒഴിക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. മേ ബി ഇൻ എ ഫ്യൂ ഡേയ്സ്, മേ ബി ദ നെക്സ്റ്റ് ഡേ, വി ഡോണ്ട് നോ. ഞാൻ നല്ല പോർപ്പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, നമുക്കെല്ലാവർക്കും അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച് ഏവർക്കും കൂടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, വല്ലപ്പോഴും ഈ പരിശുദ്ധ വചനമൊന്ന് വായിക്കുമ്പോൾ നമ്മുടെ തീഷ്ണത വർദ്ധിക്കും. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? ദൈവവചനത്തിന് ചെവി കൊടുക്കുവാൻ നമുക്ക് സമയമില്ല. ഈ ദൈവവചനം എത്രമാത്രം നമ്മൾ കേൾക്കുന്തോറും എന്ത് പറ്റുമെന്നറിയാമോ? ഡ്രൈ അല്ല, എന്തെങ്കിലും ഒന്ന് കട്ടിയായിരിക്കുന്ന ഒന്ന്, ഒരു കുറച്ച് കളിമണ്ണ്. നമുക്കറിയാം നാട്ടിലൊക്കെ എസ്പെഷ്യലി ഇൻ ദ ടൈം ഓഫ് സമ്മറിൽ വേനൽക്കാലത്തിൻ്റെ സമയത്ത് നമ്മൾ പാടത്തൂടൊക്കെ നടന്നു പോകാമെങ്കിൽ ഒരിക്കൽ വളരെ അലിഞ്ഞിരുന്ന മൃദുവായിരുന്ന ആ കളിമണ്ണൊക്കെ പാറയേക്കാൾ കട്ടിയായിട്ട് കിടക്കുന്ന കാണാം അല്ലേ? അതെടുത്ത് ഒന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ വലിയ കല്ലെടുത്ത് എറിയുന്ന പോലെ നമുക്ക് തോന്നും. ശരിയല്ലേ ഞാൻ ഈ പറഞ്ഞത്? എന്നാൽ അതെടുത്ത് എപ്പോഴും കിടക്കാൻ വേണ്ടി വെള്ളത്തിലൂടെ നീട്ടേ, അത് സോഫ്റ്റ് ആകും.
സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മൃദുവായി മാറും. എപ്പോഴും വിടണ്ട, വല്ലപ്പോഴും അതിനെ മണ്ടയ്ക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി. അതുകൊണ്ടാണ് വേനൽക്കാലമൊക്കെ വരുമ്പോൾ നമ്മൾ ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കുന്നത്. അതുകൊണ്ടാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവവചനം എത്രമാത്രം നമ്മളെ തണുപ്പിച്ചുകൊണ്ടിരിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ ഹൃദയം സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ വചനം എത്രമാത്രം നമ്മുടെ ആത്മാവിനെ തണുപ്പിക്കുന്നുവോ അത്രമാത്രം നമ്മളിൽ ദൈവീകത നിറയും. എന്നാൽ ദൈവവചനത്തിൽ നമ്മൾ അകന്നു നിന്നാൽ നമ്മുടെ ഹൃദയം പാറയേക്കാൾ കട്ടിയായി മാറും. നമ്മുടെ പഴയ സ്വഭാവം, ആ മൃദുത്വമൊക്കെ മാറും, ആ നിർമ്മലതയൊക്കെ മാറും, ആ ദൈവഭയമൊക്കെ മാറും. നമുക്ക് ദൈവഭയം തരുന്നത് പരിശുദ്ധാത്മാവും തൻ്റെ വചനവുമാണ്. മറന്നു പോകരുത് സഹോദരങ്ങളെ. ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയല്ല. 13:34 യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിച്ചാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകമറിയും. നമുക്ക് സ്നേഹമില്ലെങ്കിൽ ഒരിക്കലും അറിയത്തില്ല സഹോദരങ്ങളെ. നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നവരാന്ന് ചിലപ്പോൾ അറിഞ്ഞേക്കാം, അല്ലെങ്കിൽ ഒരിടത്ത് ജോലി ചെയ്യുന്നവരാണെന്നറിയാക്കാം, ഒരിടത്ത് കൂടുന്നവരാണെന്നറിഞ്ഞേക്കാം. അങ്ങനെ കൂടുന്നവരാരെല്ലാം ഈ ലോകത്തിലുണ്ട്. എന്നാൽ ദൈവസഭയുടെ ഭാഗമാണ് നീയും ഞാനും എന്നറിയണമെങ്കിൽ ഇതെൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ്, ഇതെൻ്റെ പ്രിയപ്പെട്ട സഹോദരിയാണെന്ന് എനിക്കും നിനക്കും പറയാൻ കഴിയണമെങ്കിൽ നമ്മൾ പരസ്പരം സ്നേഹമുള്ളവരായിരിക്കണം. സ്നേഹത്തിന് മാത്രമേ 1 കൊരിന്ത്യർ 12-ാം അധ്യായം നിങ്ങളൊന്ന് പോയി 1 കൊരിന്ത്യർ 14-ാം അധ്യായം നിങ്ങൾ പോയി ഒന്ന് പഠിക്കണം. സ്നേഹത്തിൽ മാത്രമേ 1 കൊരിന്ത്യർ 13 സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ദൈവിക സ്നേഹത്തെക്കുറിച്ച്. സ്നേഹം ക്ഷമിക്കുന്നു, സ്നേഹം കുറ്റം കണക്കിടുന്നില്ല, പൊറുക്കുന്നു. ഒന്ന് നോക്കി, അതൊന്ന് വായിച്ചു നോക്കിയേ. ആ സെൽഫ്, ആ ഡിവൈൻ ലവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളിൽ ഈ സ്നേഹം വേറൊരു ദിശയിലേക്ക് പോകത്തില്ല, സുസ്നേഹികളായി തീരത്തില്ല. പൊറുക്കുന്ന സ്നേഹം, സഹിക്കുന്ന സ്നേഹം, ക്ഷമിക്കുന്ന സ്നേഹം, കരുതുന്ന സ്നേഹം, കഷ്ടത മറ്റുള്ളവർക്ക് വേണ്ടി അനുഭവിക്കുവാൻ തയ്യാറാകുന്ന സ്നേഹം, വിട്ടുവീഴ്ചയ്ക്ക് തങ്ങളെ തന്നെ വീഴ്ത്തുന്ന സ്നേഹം, മറന്നുകളയുന്ന സ്നേഹം, പൊറുക്കുന്ന സ്നേഹം. വചനം പറയുന്നു, മറ്റുള്ളവരുടെ കുറ്റം നീ അറിഞ്ഞാൽ അവരെ കവർ ചെയ്യണമെന്ന്. മറ്റുള്ളവരെ കവർ ചെയ്യുന്ന സ്നേഹം. ഞാൻ എൻ്റെ കുറവുകളെ കവർ ചെയ്യുന്നത് പോലെ എൻ്റെ സഹോദരൻ്റെ കുറവുകൾ വരുമ്പോൾ ഒരു വലിയ ഒരു ബ്ലാങ്കറ്റ് എടുത്ത് ഞാൻ കവർ ചെയ്തിട്ട് മാറി നിന്ന് പറയുകയാണ് നീ ശരിയല്ലെന്ന് ഞാൻ പറയും. പക്ഷെ ലോകത്തെ കാണിക്കുന്നില്ല. അതിന് നമുക്ക് സ്നേഹം അത്യാവശ്യമാണ്. മത്തായിയുടെ സുവിശേഷം 7:12 പറയുന്നു, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യണം. വാട്ട് യു എക്സ്പെക്ട് പീപ്പിൾ ടു ഡു ഫോർ യു, ഡു ഇറ്റ് ഫോർ ദം. ദാറ്റ് ഈസ് ദ ഗോൾഡൻ പ്രിൻസിപ്പിൾസ് ഇൻ ദ സെർമൺ ഓൺ ദ മൗണ്ട്. പർവ്വത പ്രസംഗത്തിലെ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത് അത്. എന്താണെന്നറിയാമോ? മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്യണം. അതാണ് സെൽഫ്ലെസ് ലവ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, മനുഷ്യർ സ്വസ്നേഹികളായി തീരുമെന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മളത് കേട്ടത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. യാക്കോബിൻ്റെ പുസ്തകം 4:6 ജെയിംസ് 4:6 പറയുന്നു, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, അവൻ താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. സഹോദര സഹോദരി, ഈ താഴ്മയുടെ ടെസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. താഴ്മയുടെ ടെസ്റ്റ് എന്ന് പറഞ്ഞത്, ഹല്ലേലൂയ, മറ്റുള്ളവരെക്കാൾ ഞാൻ എന്നെ താഴെ കാണുന്നതാണ് താഴ്മയുടെ ടെസ്റ്റ്. കർത്താവേ, മറ്റുള്ളവരൊക്കെ ഞാൻ ഈ ദൈവദാസനിലേക്ക് നോക്കുമ്പോൾ, സഹോദരങ്ങളിലേക്ക്, ആ സഹോദരിയിലേക്ക് നോക്കുമ്പോൾ, ഞാൻ ഈ കുഞ്ഞുങ്ങളിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ഭൗതിക കണ്ണുകളിൽ ഞാൻ പല കുറവുകളും കണ്ടേക്കാം. എന്നാൽ അവരുടെ ഹൃദയം എനിക്കറിയത്തില്ല. അവരുടെ ഹൃദയത്തെ അറിയുന്ന കർത്താവിൻ്റെ മുമ്പിൽ ഒരു പക്ഷേ ഞാൻ ഒരുപാട് കുറവുകളുള്ളവനായിരിക്കും. അവരുടെ ഹൃദയത്തിൽ they may be much higher than me. Hallelujah. അവരുടെ ഹാർട്ടിലേക്ക് നോക്കുമ്പോൾ probably they have very wonderful good qualities than what me having. ഈ പുറത്ത് മാത്രമേ ചിലപ്പോൾ അവരിൽ വലിയവനായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ അകം കാണുന്ന കർത്താവിനറിയാം who is greater than the other. അപ്പം താഴ്മയെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? മറ്റുള്ളവരെ വിധിക്കാതെ, കർത്താവേ ഞാൻ അറിയുന്നില്ല, ഞാൻ ഈ കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ, ഞാൻ ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ. But what really happened? What is happening behind the scene? I don't know. Only you know, and I want to hear from you. അതാണ് താഴ്മ. അതാണ് താഴ്മ. മനുഷ്യ സഹോദരന്മാരെ, ഭാര്യയെ മനസ്സിലാക്കണമെങ്കിൽ ഈ താഴ്മ ഒരു ഭർത്താവിന് വേണം. ഭർത്താവിനെ മനസ്സിലാക്കണമെങ്കിൽ ഈ താഴ്മ ഒരു ഭാര്യയ്ക്ക് വേണം. അല്ല എങ്കിൽ പരസ്പരം നാം കുറ്റം വിധിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന് നമ്മൾ കേട്ടു, ലവേഴ്സ് ഓഫ് സെൽഫ്, അവർ സ്വയസ്നേഹികളാണ്. 2, ലവേഴ്സ് ഓഫ് മണി. അടുത്ത വാക്യം പറയുന്നത് എന്തറിയാമോ? ദ്രവ്യാഗ്രഹികളാവും. എല്ലാം എടുക്കാൻ സമയമില്ല, ചില കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അത് മതി നമുക്ക്. എല്ലാം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒത്തിരി പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം പിശാച് മൊത്തം പഠിച്ചയാളാണ്, ഒരു പ്രയോജനവുമില്ല. അവൻ ഇപ്പോഴും പിശാച് തന്നെയാണ്. അപ്പോൾ ഒത്തിരിയൊന്നും പഠിക്കേണ്ട, കുറച്ച് കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് പഠിച്ചാൽ മതി. പക്ഷേ പഠിച്ച കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ രണ്ടാമത്തെ എന്താണെന്നറിയാമോ? ലവേഴ്സ് ഓഫ് മണി.
ദ്രവ്യാഗ്രഹികൾ. ഒരു കാര്യം ഓർക്കണമേ, when you start loving yourself, that will lead to love of money, to lead a comfortable life. നമ്മൾ നമ്മെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ അറിയാതെ ധനത്തെ സ്നേഹിക്കും. എന്തിനെന്നറിയാമോ? ഈ സെൽഫിനെ സൂക്ഷിക്കേണ്ടായോ കംഫർട്ടബിളായിട്ട്. മനസ്സിലായ സഹോദരങ്ങളെ? എന്തുകൊണ്ടാണ് നമ്മൾ ധനമോഹികളും ദ്രവ്യാഗ്രഹികളും ആകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ സ്വയസ്നേഹികളായതുകൊണ്ട്. അതുകൊണ്ടാണ് ചില ഭക്തന്മാരെ നോക്കിയേ, ചില ഭക്തകളെ നോക്കിയേ, ചില ദൈവദാസന്മാരെ നോക്കിയേ. അനേകരുടെ ജീവിതങ്ങൾ എനിക്ക് പറയാനുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഒക്കെ ആയിരിക്കുന്ന അനേക സാധുക്കളായ മിഷണറിമാരെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അവരുടെ ജീവിതമൊക്കെയും വിദ്യാസമ്പന്നരായ മനുഷ്യർ, അവർക്കുള്ള നല്ല ഭാവി വേണ്ടെന്ന് വെച്ചിട്ട് കർത്താവിൻ്റെ സ്നേഹത്തിൽ കർത്താവിൻ്റെ ജനത്തെ അന്വേഷിച്ച് അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരിൽ അലയുന്ന ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ കുറിച്ച്, ദൈവദാസികളെ കുറിച്ച് പറയാനുണ്ട്. കാരണം എന്തെന്നറിയാമോ? ദേ ഡോണ്ട് ലവ് മണി ബിക്കോസ് ദേ ഡോണ്ട് ലവ് ദംസെൽസ്. അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി, അവർ സാറ്റിസ്ഫൈഡാണ്. അവർക്ക് ഓരോ ദിവസവും, ശ്രദ്ധിച്ച് കേൾക്കാൻ, അവർക്ക് ഓരോ ദിവസവും കഴിഞ്ഞു പോകണമെന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. ഒരു ഭക്തനായ ദൈവദാസൻ എന്നോട് പറഞ്ഞ ദൈവദാസ, ഒറ്റ ആഗ്രഹമേ ഞങ്ങൾക്കുള്ളൂ, ഓരോ ദിവസവും കഴിഞ്ഞു പോകണം. നമ്മുടെ ജീവിതത്തിൽ അതാണോ ആഗ്രഹം? ഓരോ ദിവസവും കഴിഞ്ഞു പോകണമെന്നാണോ ആഗ്രഹം? ഒന്ന് പറഞ്ഞേ സഹോദരങ്ങളെ. ചിലരൊക്കെ പറയും, എൻ്റെ 4 തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും. ഞാൻ അവരെ വിധിക്കുകയല്ല, ഞാൻ കുറ്റം പറയുകയല്ല. ഞാൻ പറഞ്ഞത് 2 ലെവൽ ഓഫ് തിങ്കിങ്, 2 തരത്തിലുള്ള ചിന്തകളെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. സഹോദരങ്ങളെ, നമ്മളത് മറക്കരുത്. ഹല്ലേലൂയ. 1 തീമോത്തി 6-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ പെട്ടെന്ന് ഞാനൊന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 1 തീമോത്തി chapter 6 verse 9 and 10. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുടന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ഓർക്കുമെന്ന് കരുതുന്നു. നമ്മുടെ പോക്ക് പലപ്പോഴും വഴിതെറ്റി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ദിവസം നാം പശ്ചാത്തപിക്കേണ്ടി വരും. കാരണം പണ്ടുണ്ടായിരുന്ന നമ്മുടെ സ്വസ്ഥത നമുക്ക് നഷ്ടപ്പെടും, പണ്ട് കുടുംബത്തിലുണ്ടായിരുന്ന സ്വസ്ഥത നമുക്ക് നഷ്ടപ്പെടും, പണ്ട് നമുക്കുണ്ടായിരുന്ന സമാധാനം നമുക്ക് നഷ്ടപ്പെടും. ഞാനത് കുറച്ച് മുമ്പ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. കാരണം ഇതാ, ഈ വാക്യം ഒന്ന് കേട്ടെ. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ നാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യും. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുടന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. എന്ന് നിന്റെ വിശ്വാസം നിനക്ക് നഷ്ടപ്പെടുന്നുവോ? എന്ന് ദൈവവചനത്തോടുള്ള ബഹുമാനം നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നുവോ? എന്ന് പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുവാനുള്ള നിന്റെ താഴ്മ നഷ്ടപ്പെടുന്നുവോ? നീ ബഹുദുഃഖങ്ങൾക്ക് അധീനനായിത്തീരും. കാരണം നീ വിശ്വാസം നഷ്ടപ്പെടുത്തി കളഞ്ഞു. സഹോദര സഹോദരി, ഓർക്കണമേ, നമ്മുടെ ജീവിതത്തിൽ ഇന്നുള്ള സ്വസ്ഥത ഈ വിശ്വാസം തന്ന സ്വസ്ഥതയാകട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഇന്നുള്ള ഈ സമാധാനവും ഈ സന്തോഷവും ഈ ശ്രേഷ്ഠമേറിയ വിശുദ്ധ വിശ്വാസം നമുക്ക് തന്നിട്ടുള്ളതാണ്. ഈ വിശ്വാസത്തിൽ എന്നൊരു മൂല്യച്യുതി സംഭവിക്കുന്നുവോ, ഈ വിശ്വാസത്തെ എന്ന് നമ്മൾ ചോദ്യം ചെയ്യുന്നുവോ, അന്ന് നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടാൻ തുടങ്ങും. ദൈവത്തിൻ്റെ വചനമാണ്, എൻ്റെ വാക്കുകളല്ല, ദൈവത്തിൻ്റെ തിരുവചനമാണ്. ഞാനിവിടെ പറയുന്നതൊന്നും എൻ്റെ ബുദ്ധിയിൽ നിന്നല്ല സഹോദരങ്ങളെ. ഞാൻ പറയുന്നതിനൊക്കെയും പരിശുദ്ധ വചനത്തിൽ നിന്ന് ഞാൻ ദൈവവചനം എടുത്ത് കാണിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അടുത്തൊരു വാക്യം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. മാമൻ മീൻസ് വാട്ട്? മാമൻ മീൻസ് ദ റൂളർ ഓഫ് ദ മെറ്റീരിയൽ വേൾഡ്. ഭൗതിക ലോകത്തിൻ്റെ ഉടയവൻ അല്ലെങ്കിൽ ഉടമ അല്ലെങ്കിൽ അതിൻ്റെ ഭരണകർത്താവാണ് മാമൻ. മാമൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിങ് ഫോർ മണി. ധനത്തെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവ് പറഞ്ഞു, ഒരാൾക്ക് ഈ 2 പേരെ സേവിപ്പാൻ കഴിയത്തില്ല. പക്ഷേ അനേക വിശ്വാസികൾ പറയുന്നത് ഞങ്ങൾക്കതിന് കഴിയുമെന്നാണ്. പക്ഷേ ലുക്ക് ഇൻ ടു ദെയർ ലൈഫ്സ്, ദേ ഹാവ് നോ പീസ്. They have no comfort. They can't love people or they can't love even their counterparts. അവരുടെ പങ്കാളിയെ പോലും സ്നേഹിക്കാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം ഉള്ളിൽ വേറൊരാളെ സ്നേഹിച്ചാൽ നമുക്ക് ഒന്ന് ഓർത്തു നോക്കി, ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ മധ്യത്തിലേക്ക് മറ്റൊരു സ്ത്രീ കടന്നു വന്നു കഴിഞ്ഞാൽ ഭർത്താവിന് ആ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റത്തില്ല. കാരണം അവൻ്റെ സ്നേഹം കടന്നു വന്നവൾ കവർന്നു കൊണ്ടുപോകും. അതുപോലെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ മധ്യത്തിലേക്ക് വേറൊരുത്തൻ കടന്നു വരികയാണെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. കാരണം അവന് കൊടുത്തുകൊണ്ടിരുന്ന സ്നേഹം മറ്റവൻ കൊണ്ടുപോകും.
കർത്താവ് പറയുന്നു, ഒരു വിശ്വാസിക്കും രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ കഴിയുകയില്ല. മറന്നു പോകരുത് സഹോദര, ഈ ലോക ജീവിതത്തിൽ കർത്താവ് നമ്മളെ നോക്കുകയാ, ഏത് യജമാനന്റെ പിന്നാലെയാണ് നമ്മൾ ഓടുന്നതെന്ന്, ഏത് യജമാനന് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന്, ഏത് യജമാനന് വേണ്ടിയാണ് നമ്മൾ കീഴ്പ്പെട്ടിരിക്കുന്നതെന്ന്, ഏത് യജമാനനെയാണ് നമ്മൾ ആരാധിക്കുന്നതെന്ന്, ഏത് യജമാനൻ പറയുന്നത് കേട്ടാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ സമയം ചെലവഴിക്കുന്നതെന്ന്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അങ്ങനെ ഓടിയ ഒരു വ്യക്തിയാണ് ഞാനും. ലോകമാകുന്ന യജമാനന്റെ പിന്നാലെ, മാമനാകുന്ന യജമാനന്റെ പിന്നാലെ അനേക വർഷങ്ങൾ ജീവിതത്തിൽ ഓടി 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 തകർന്ന തരിപ്പണമായ ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും, എൻ്റെ പുതിയ യജമാനൻ എൻ്റെ കർത്താവ് പഴയ യജമാനനെ പോലല്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതറിയാൻ നിങ്ങൾ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷം. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. ഇതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് 1 യോഹന്നാൻ 2-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല, ദൈവസ്നേഹമില്ല. കാരണം എന്നറിയാമോ? മാമോന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ദൈവം എങ്ങനെയാണ് അവൻ്റെ കൂടെ വരുന്നത്? ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവസ്നേഹം അവനിലില്ല, പിതാവിന്റെ സ്നേഹം ഇവനിലില്ല. മുമ്പേ കേട്ടതുപോലെ ദൈവത്തിൻ്റെ എതിരാണ് മാമോൻ. പക്ഷെ ഇന്നങ്ങനാണോ സഹോദരങ്ങളെ നമ്മുടെ ചുറ്റും കാണുന്നത്? ആണോ? നിങ്ങൾ തന്നെ പറ, ഇത് എങ്ങനെ മേക്കപ്പ് ചെയ്യുന്നെന്ന്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഡിസെപ്ഷൻ. അതാണ് വഞ്ചന, അതാണ് പിശാചിൻ്റെ ചതി. അനേക ദൈവമക്കൾ അതിനകത്ത് വീണ് കഴിഞ്ഞിരിക്കുന്നു. കാരണം അവർ സത്യവചനത്തെ സ്നേഹിക്കുന്നില്ല, സത്യവചനത്തിന് കീഴ്പ്പെടുവാൻ അവർക്ക് താല്പര്യമില്ല, ദൈവവചനത്തോട് അവർ മറത്തു നിൽക്കുന്നു. ഹല്ലേലൂയ. പെട്ടെന്ന് 3-ാമത്തെ പോയിന്റിലേക്ക് പോവുകയാണ്. ലവേഴ്സ്, മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്നികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും. താഴേക്ക് വന്നിട്ട് പറയുന്നു, വാത്സല്യം ഇല്ലാത്തവരും ഇണങ്ങാത്തവരുമാകുന്നു. 4-ാമത്തെ വാക്യം പറയുന്നു, ഞാനിതെല്ലാം വിട്ടു പെട്ടെന്ന് പോകും, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അവ ദ്രോഹികളും ധാർഷ്ട്യക്കാരുമായി നിഗളിമളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരാകുന്നു. പ്ലഷേഴ്സ്, they become the lovers of pleasures rather than the lovers of God. ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ പ്ലഷേഴ്സിനെ സ്നേഹിക്കുന്നു, ഭോഗപ്രിയരാകുന്നത്. ജഡത്തിൻ്റെ ഉത്തേജനം, കണ്ണിന് കാണാൻ പറ്റുന്നത്, ചെവിക്ക് കേൾക്കാൻ പറ്റുന്നത്, മനസ്സിൽ ആസ്വദിക്കാൻ പറ്റുന്നത്, അതിൻ്റെ പിന്നാലെ പോവുകയാണ് ദൈവത്തെ പ്രിയം വെക്കുന്നതിന് പകരം. അത്ര വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. അതിനെഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻസ് എനിക്ക് സമയമില്ല അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ. ദ്രോഹികളും ധാർഷ്ട്യക്കാരുമായി. ധാർഷ്ട്യം ആരോടാ കാണിക്കുന്നത്? ദൈവത്തോട്. ദ്രോഹം ആരോടാ കാണിക്കുന്നത്? തങ്ങളെ വീണ്ടെടുത്ത ക്രിസ്തുവിനോട്. യൂദയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ലൂക്കാസ് വിശേഷത്തിൽ ദ്രോഹിയായി തീർന്ന യൂദ. അവൻ എന്താ ദ്രോഹം ചെയ്തത്? തൻ്റെ അരുമനാഥനെ അവൻ തള്ളിപ്പറഞ്ഞു. അപ്പൊ ഇവിടെ ദ്രോഹി എന്ന് പറഞ്ഞിരിക്കുന്ന ആരെയാണെന്നറിയാമോ? തങ്ങളെ വീണ്ടെടുത്ത ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞിട്ട് ലോകത്തിന്റെ പിന്നാലെ പോയവൻ. ധാർഷ്ട്യം കാണിച്ചു. ആരോട്? ദൈവത്തോട് ധാർഷ്ട്യം കാണിച്ചിട്ട് ഭോഗപ്രിയരായി തീർന്നു. അതവിടെ എഴുതിയിരിക്കുന്ന വാക്യം നിങ്ങൾ നോക്ക്. ഞാൻ റോങ് ഇന്റർപ്രിട്ടേഷൻ ആണോ ചെയ്യുന്നത്? നിങ്ങൾ നോക്ക്, വാക്യം തന്നെ നിങ്ങളെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നവിടെ. ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവർ. Lovers of pleasures rather than the lovers of God. Hallelujah. This talk about the real description of some of the so-called believers. They want entertainments everywhere. They want entertainments at home. They want entertainments in the church as well. ഇത് എപ്പോഴും ഞങ്ങൾക്ക് എന്റർടൈൻമെന്റ് മതി. എപ്പോഴും ഞാൻ പറയട്ടെ, അനേകർ സഭകളിൽ കടന്നു പോകുന്ന എന്തിനു കേൾക്കാനാണെന്നറിയാമോ? മ്യൂസിക് കേൾക്കാനാ. അവരോട് ചോദിക്കുക, നിങ്ങൾ സെർമൺ കേൾക്കാനാണോ പോകുന്നത്, മ്യൂസിക് കേൾക്കാനാണോ? അവർ പറയുന്നു, ഞങ്ങൾക്കൊരു 1.5 മണിക്കൂർ മ്യൂസിക്കും ഒരു 15 മിനിറ്റ് സെർമണും ഉണ്ടെങ്കിൽ ഫൈൻ, ഫാന്റാസ്റ്റിക്. ഐ ആം നോട്ട് എക്സാജറേറ്റിംഗ്. ഇഫ് യു ആർ ഹോണസ്റ്റ് യു വിൽ അഗ്രി വിത്ത് മീ. അതാണ് ഇന്നത്തെ ഫോർമുല. ഒരു 1.5 മണിക്കൂർ പാട്ട്, ഒരു 15 മിനിറ്റ് ദൈവവചനം, വി ആർ ഹാപ്പി. എന്നാൽ ഒരു 1.5 മണിക്കൂർ ദൈവവചനവും 15 മിനിറ്റ് പാട്ടുമാണെങ്കിൽ 3-4 പേരെ കാണും. ഈ കഴിഞ്ഞിടയ്ക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണുവാനിടയായി. ഒരു ചെറിയ ഷോർട്ട് വീഡിയോ, ഒരു റീല്, മേ ബി ഒരു 15-20 മിനിറ്റ്സേ കാണത്തുള്ളൂ. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു ദൈവദാസന് വളരെ മനോഹരമായിട്ട് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ സന്തോഷിച്ചു. ഒരു ഇച്ചിരി സമയം കിട്ടിയപ്പോൾ എനിക്ക് എൻ്റെ വാട്സാപ്പിൽ വന്ന ഒരു റീലാണ്. ഞാനതിങ്ങനെ കണ്ട് ആ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഞാൻ വിചാരിച്ചു, ഒരു വലിയ ജനം കാണുമായിരിക്കും ഇത് കേൾക്കാനെന്ന്. എൻ്റെ ഹൃദയം അറിഞ്ഞുകൊണ്ടായിരിക്കാം
എനിക്കറിയത്തില്ല. ആ ഫോക്കസിങ്, ആ ക്യാമറയുടെ ഫോക്കസിങ് ഓഡിയൻസിലോട്ട് പോയി. എണ്ണിയാൽ 14 പേര് അവിടെ ഇരിപ്പുണ്ട്. ഒരു വലിയ ഹോളിനകത്തൊരു 14 പേര്. ഞാൻ എണ്ണിയത് അത്രയും ആ ചുരുങ്ങിയ സമയം കൊണ്ട്. 14 പീപ്പിൾ. എന്തൊരു അമേസിങ് മെസ്സേജാണ് ദൈവദാസൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്നറിയാം. 14 പേര് കേട്ടുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ആ ഹോളൊക്കെ കണ്ടിട്ടൊരു വലിയ ജനം കൂടുന്ന സഭയായിരിക്കാം അത്. സഭയോ എന്തോ എനിക്കറിയില്ല. കൺവെൻഷനോ ഹോളോ, കൺവെൻഷനൊന്നും ആയിരിക്കത്തില്ല, സഭയായിരിക്കും. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മീറ്റിംഗ് വെച്ച ദിവസമാണെന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ ഒരു ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ടായിരുന്ന ദിവസമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. 14 പേരെ. ആ അനുഗ്രഹിക്കപ്പെട്ട വചനം. സഹോദരന്മാരെ, ഇതാ വി വോണ്ട് എൻ്റർടൈൻമെൻറ്റ്. എൻ്റർടൈൻമെൻറ്റ് ഇൻ വാട്ട്? ടു എൻ്റർടൈൻ മൈ ഫ്ലഷ്, നോട്ട് മൈ സ്പിരിറ്റ്. എൻ്റെ ആത്മാവിൻ്റെ എൻ്റർടൈൻമെൻ്റ് അല്ല, എൻ്റെ ജഡത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ്. ഇവിടെ പറയുന്നു, ഭോഗപ്രിയരായി, നിഗളികളും ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി തീരുന്ന ജനം. അവർക്ക് എല്ലായിടത്തും വീട്ടിൽ എൻ്റർടൈൻമെൻറ്റ് വേണം. അതുപോലെ തന്നെ കടന്നു പോകുന്നിടത്തെല്ലാം എൻ്റർടൈൻമെൻറ്റ് വേണം. എൻ്റർടൈൻമെൻറ്റ് ഇല്ലെങ്കിൽ അവർക്ക് ബോറടിക്കും. കാരണം അങ്ങനെ അവർ ശീലിച്ചിരിക്കുന്നത്. അവർക്ക് മാറി നിൽക്കാൻ പറ്റുന്നില്ല. കാരണം വെള്ളത്തിൽ കിടക്കുന്ന മീനെ കരയ്ക്കെടുത്തിട്ടാൽ കരയ്ക്ക് കിടന്ന് മീൻ പിടയ്ക്കും. കാരണം എന്നാണെന്നറിയാമോ? കരയ്ക്ക് വളരുന്നതല്ല മീന്, മീൻ വെള്ളത്തിൽ വളരുന്നതാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ സുഖങ്ങൾ ആസ്വദിച്ച് കഴിയുന്ന ഒരു വ്യക്തിക്ക് ദൈവസഭയ്ക്കകത്തിരിക്കാൻ പറ്റില്ല. ബുദ്ധിമുട്ടുകളുണ്ടാവും. They want entertainment. They want this. അതുകൊണ്ടാണ് പലരും ആ ലോകത്തെ സഭയ്ക്കകത്തേക്ക് കൊണ്ടുവന്ന് അവിടെ വെക്കുന്നത്. അതാകുമ്പോൾ അവർക്ക് അതിനകത്തിരിക്കാമല്ലോ സുഖമായിട്ട്. നമ്മൾ പലപ്പോഴും പറയത്തില്ലേ, ദൈവസഭയുടെ മധ്യത്തിലേക്ക് ലോകം കടന്നു വരുന്നതെന്ന്. ആരാ കൊണ്ടുവരുന്നതെന്ന് അറിയാമോ? ഈ ലോകസ്നേഹികൾ എന്ന് പറയുന്ന വിശ്വാസികൾ. കാരണം അവർക്ക് ലോകത്തിൽ ഇരിക്കുന്ന പോലെ തന്നെ കംഫർട്ട് സഭയ്ക്കകത്തും വേണം. അതുകൊണ്ട് ആ ലോകത്തെ അവർ സഭയ്ക്കകത്ത് കൊണ്ടുവരികയാണ്. അനേക സഭകളെ കർത്താവ് ഈ നാളുകളിൽ വിടുവിക്കട്ടെ. ഇതിൽ നിന്ന് അനേക ദൈവദാസന്മാർ, അഭിഷക്തന്മാർ ബലത്തോടെ എഴുന്നേൽക്കട്ടെ ആത്മാവിൽ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ കർത്താവിന്റെ ദാസൻ ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ, കർത്താവ് തന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കുന്ന ദൈവസഭയാ. ആ ക്രൂശിൽ കടന്ന് പിടഞ്ഞപ്പോൾ നഗ്നനായി ലോകത്തിന്റെ മുമ്പിൽ 3 ആണികളില് കാൽവറിയിൽ മലയിൽ അവൻ തൂങ്ങിക്കിടന്ന് പിടഞ്ഞത് എന്തിനു വേണ്ടി അറിയാമോ? തന്റെ സഭയ്ക്ക് വേണ്ടിയാ. ആ സഭയ്ക്ക് വേണ്ടി ജീവിക്കാനായി എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചത്. ആ സഭയ്ക്ക് വേണ്ടി നിൽക്കാനായി എന്നെയും നിങ്ങളെയും വിളിച്ചത് കർത്താവ്. നിങ്ങൾ പിന്നെയും ലോകത്തിന് കൈകൊടുക്കരുത്. ലോക സ്ത്രീകൾ സഭയ്ക്കുള്ളിലേക്ക് കടന്നു വന്നാൽ സ്നേഹത്തിന്റെ ആത്മാവിൽ അവരോട് സുവിശേഷം പറഞ്ഞ് അവരെ ഉറപ്പിക്ക്. അവരുടെ മുമ്പിലുള്ള ന്യായവിധിയെ കുറിച്ച് അവർക്ക് ബോധം വരുത്തി കൊടുക്ക്. അതിനെ വിളിച്ചത് കർത്താവ്. അവരോട് കൂടെ കൈ കൊടുക്കുവാനല്ല, അവരെ പോലെ ആയിത്തീരുവാനല്ല. വേഗം ഞാൻ മുന്നോട്ട് പോട്ടെ. ഓൺലി വൺ വേ ടു ഹെവൻ. സ്വർഗത്തിലേക്ക് പോകുവാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. ദർ ഇസ് നോ സൈഡ് വേ, ദർ ഇസ് നോ ബൈപ്പാസ് വേ. സ്വർഗത്തിലേക്ക് പോകുവാൻ മറ്റൊരു ബൈപ്പാസും ഇല്ല. ഈ വചനമല്ലാതെ, ക്രൂശിന്റെ വഴിയല്ലാതെ, ക്രൂശിന്റെ പാതയല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഞാൻ ഉറക്കെ പറയുകയാണ്. മുമ്പേ പറഞ്ഞതുപോലെ ഈ പ്രസംഗങ്ങളൊക്കെ കേട്ട് വചനമൊക്കെ കേട്ടാലേ സ്വർഗത്തിൽ പോകുമെങ്കിൽ, അങ്ങനെ ഒരു സ്വർഗം വേണ്ടെന്നൊരു വിശ്വാസി പറഞ്ഞെങ്കിൽ ആ വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, നീ ഒരിക്കലും സ്വർഗത്തിലെത്തത്തില്ല. കാരണം സ്വർഗത്തിലെത്തുവാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഞാൻ ഈ പ്രസംഗിക്കുന്ന ഈ ദൈവവചനം. എനിക്ക് മറ്റൊരു വഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് തന്നെയാണ് ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിക്കുന്നത്. മറന്നു പോകരുത് സഹോദര സഹോദരി. ക്രൂശിന്റെ വഴിയിലൂടെ കടന്നു പോയവനാണ് ക്രിസ്തു. ആ ക്രിസ്തു ഇരിക്കുന്ന സ്ഥലമാണ് സ്വർഗം. ബ്രൈഡ് ഗ്രൂം, മണവാളൻ ക്രൂശിന്റെ വഴിയിലൂടെ കടന്നു പോയെങ്കിൽ മണവാട്ടി പോകുന്ന വഴിയും ക്രൂശിന്റെ വഴി തന്നെയായിരിക്കും. മറന്നു പോകരുത്. there is no side way. choice is ours. നമുക്ക് പോകണോ പോകണ്ടായോ എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. കർത്താവ് ആരെയും നിർബന്ധിക്കുന്നില്ല കേട്ടോ. ലോകത്തെ കർത്താവ് നിർബന്ധിക്കുന്നില്ലല്ലോ. നമ്മളെ ആരെയും കർത്താവ് നിർബന്ധിക്കത്തില്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും ചോയ്സ് തരും. പക്ഷേ കർത്താവ് സ്നേഹിക്കുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും ഈ വചനം അവിടെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ എല്ലാവരോടും അല്ല സംസാരിക്കുന്നത്, ഈ വചനത്തെ ഭയപ്പെടുന്ന ദൈവജനത്തോട്. കാരണം എനിക്ക് അവരോട് പ്രസംഗിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അവർക്കറിയാം, മുമ്പേ പറഞ്ഞതിന്റെ കൂട്ട് കളിമണ്ണ് കട്ടിയായി തീരുന്നത് പോലെ, വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കട്ടിയായി തീരുന്നത് പോലെ ദൈവഭക്തരായ കുറച്ച് മനുഷ്യർ ഇതിന്റെ മധ്യത്തിലുണ്ട്. ഈ വചനം കേട്ടില്ലെങ്കിൽ അവരുടെ ഹൃദയം കട്ടിയായി പോകും. അതുകൊണ്ട് കർത്താവ് വീണ്ടും സംസാരിക്കുക. കർത്താവ് എന്നോടും സംസാരിക്കുക. ഹല്ലേലൂയ. only one way to heaven. ഞാൻ പെട്ടെന്ന് എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. ഇവിടെ നോക്കിയേ, ഈ രീതിയിൽ പോകുന്നവരുടെ സ്വഭാവമാണ് ആ ഇടയ്ക്കുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അവർ വമ്പ് പറയുന്നവരായിട്ട് തീരും.
അതൊക്കെ എടുക്കാൻ സമയം എനിക്കില്ല, ഞാൻ പോകുന്നില്ല, സമയം ഒത്തിരിയായി. അടുത്ത 5 മിനിറ്റിനുള്ളിൽ ദൈവദിനം നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരഹങ്കാരികളായിത്തീരും, ദൂഷകന്മാരായിത്തീരും, അവരമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരായിത്തീരും, അശുദ്ധരായിത്തീരും, വാത്സല്യമില്ലാത്തവരായിത്തീരും, ഇണങ്ങാത്തവരായിത്തീരും, ഏഷണിക്കാരായിത്തീരും, അജിതേന്ദ്രിയന്മാരായിത്തീരും, ഉഗ്രന്മാരായിത്തീരും, സൽഗുണദ്വേഷികളായിത്തീരും. ഇതൊന്നും ഞാൻ പറയുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. ഇതിൻ്റെ സ്വഭാവമാണ്. ഇത് ട്രീറ്റ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ പറ്റുന്ന കുഴപ്പമാണ് ഇത്. ഈ അനുഭവത്തിലേക്ക്, ഈ സ്വഭാവത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടും. ഈ സ്വഭാവത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. അടുത്ത വാക്യം പറഞ്ഞ് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 5-ാം അധ്യായത്തിൻ്റെ സെക്കൻഡ് പാർട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്. 5-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നു, ഭക്തിയുടെ വേഷം ധരിച്ച് അതിന് ശക്തി ത്യജിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, having a form of godliness but denying the power thereof from such turn away. അല്ലെങ്കിൽ എന്തോ പറ്റുമെന്നറിയാമോ? നീയും അവരെ പോലായിത്തീരും. ലോകസ്നേഹികളായവർ നമ്മുടെ പിന്നാലെ കൂടിക്കഴിഞ്ഞാൽ അവരെ വിട്ട് നമ്മൾ മാറി നിൽക്കണം. അവരെ തള്ളിക്കളയണമെന്നല്ല പറഞ്ഞത്. ഹല്ലേലൂയ. അവർക്ക് നമ്മൾ കീഴ്പ്പെടാതെ വരുമ്പോൾ, അവർക്ക് നമ്മൾ വശംവദരാകാതെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അവർ നമ്മളോട് ചേരും. അവർ നമ്മളോട് ചേരും. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ഒരു വാക്യം നമ്മൾ കേൾക്കണമേ. ദൈവസഭയുടെ മധ്യത്തിൽ ഒരു വ്യക്തി കടന്നു വന്നെങ്കിൽ ആ വ്യക്തി ക്രിസ്തുവിനെ കാണണമെന്നുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തരുടേതുമാണ്. മറന്നു പോകരുത്. ഹല്ലേലൂയ. ഈ പറഞ്ഞ ബലഹീനതകൾ ഉള്ളവർ ഏതെങ്കിലും ദൈവസഭകളിൽ ഇരിക്കുമ്പോൾ എന്നെ സഹോദരന്മാരെ, സഹോദരിമാരെ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും കേൾക്കണമേ, നിങ്ങളുടെ സഭയുടെ മധ്യത്തിൽ ഇങ്ങനെ ഒരു സഹോദരനോ സഹോദരിയോ ഓരോ കുടുംബമോ ഉണ്ടെങ്കിൽ അവരെ അടിച്ചു പുറത്താക്കുവാനല്ല ഈ വചനം പറഞ്ഞത്. പിന്നെയോ നിന്റെ സ്നേഹം കണ്ട്, നിങ്ങളുടെ കൂട്ടായ്മ കണ്ട്, നിന്റെ ഓർമ്മന കണ്ട്, നിന്റെ സഹനത കണ്ട് അവരും നിങ്ങൾ ഒരാളായി തീരണം. അതല്ല ഈ വാക്യം പറയുന്നു, ഭക്തിയുടെ വേഷം ധരിച്ചതിന് ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥം? അവർ ദൈവവചനത്തിന് കീഴ്പ്പെടാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, അത് വിശ്വാസിയായിക്കൊള്ളട്ടെ, പ്രസംഗകരായിക്കൊള്ളട്ടെ, സുവിശേഷകർ എന്ന് പറയുന്നവരായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവർ ഈ വചനത്തിന് കീഴ്പ്പെടുന്നില്ല, അവർക്ക് ഭക്തിയുടെ വേഷം മാത്രമേ ഉള്ളെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കീപ് എ ഡിസ്റ്റൻസ് വിത്ത് ദം, ഡോണ്ട് ഹേറ്റ് ദം. അവരെ വെറുക്കാനല്ല കർത്താവ് പറയുന്നത്, വിട്ടൊഴിയുക, ടേണവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, അവരുടെ കൂട്ടായ്മ നീ ആകരുത്. കാരണം അവരെ പോലെ നീയുമായി പോകും. കഴിഞ്ഞ നാളുകളിൽ ഓർത്ത് നോക്കിയ സഹോദരങ്ങളെ, അനേകരുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പലരുടെയും വിശ്വാസം കുറഞ്ഞു പോയത് അവരുടെ കൂട്ടുകെട്ടിൽ അകപ്പെട്ടു പോയിട്ടാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് തണുപ്പ് കൊണ്ടുവരും. പിശാച് ഭയങ്കര തന്ത്രശാലിയാണ്. പിശാചിന് മോർ ദാൻ 5000 years എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ പറയും നമുക്ക് മസിലുണ്ട്, നമുക്ക് വിൽ പവർ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയും. പിശാചിന് എൻ്റെ അടുത്ത് ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ വെല്ലുവിളിക്കും പിശാചിനെ. അത് പ്രാർത്ഥനയ്ക്കുള്ള ലാംഗ്വേജ് മാത്രമാണ്. പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വന്നിട്ടുണ്ടല്ലോ, എടുത്തടിച്ചവൻ മസാല പുരട്ടും നമ്മളെ. കാരണം നമ്മളെക്കാൾ വലിയവന്മാരെ വീഴ്ത്തിയവനാവൻ. യേശു കർത്താവിന്റെ മുമ്പിൽ, സാക്ഷാൽ വചനമാകുന്ന യേശു കർത്താവിന്റെ മുമ്പിൽ വചനം പറഞ്ഞുകൊണ്ട് വന്നവനാ പിശാച്. മനസ്സിലാക്കണമേ, we are not matched to him. പിന്നെ നമ്മൾ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാലും അഭിഷേകത്താലുമാണ്. കർത്താവിന്റെ കൃപ നമ്മളെ മൂടിയിരിക്കുന്നത് കൊണ്ട് ആ പിശാചിന് മുമ്പിൽ നമ്മൾ നിൽക്കുന്നത്. നമ്മളെ കാണുമ്പോൾ അവൻ പേടിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? വചനം പറയുന്നു, നിന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനത്രേ. വലിയവൻ എൻ്റെ ഉള്ളിലും നിന്റെ ഉള്ളിലും വസിക്കുന്നത് കൊണ്ട് ആ പിശാച് നമ്മളെ കാണുമ്പോൾ ഞെട്ടുന്നതും നമ്മൾ പറയുന്ന വാക്കിന്റെ മുമ്പിൽ അവൻ ഓടുന്നതും നമ്മളെ പേടിച്ചിട്ടല്ല, നമ്മളിലുള്ളവനെ പേടിച്ചിട്ട്. ഇവിടെ പറയുന്നു, നിന്നെ തകർക്കുന്നവനെ, ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിച്ചുകൊണ്ട് നിന്നോടുകൂടെ കൂട്ടായ്മ അനുഭവിക്കുന്ന വ്യക്തിയെ, കീപ് ഹിം ഓർ ഹർ ഇൻ എ ഡിസ്റ്റൻസ്, ബട്ട് അഡ്വൈസ് ദം. ഒരു ഡിസ്റ്റൻസ് വെച്ച് അവരെ വെക്കുക മാത്രമല്ല, കാരണം അവരോട് ഒരു പരിധിക്കപ്പുറം കൂട്ടായ്മയിലേക്ക് പോകരുത്. പോയാൽ നാളെ നീയും അവരെ പോലെയാകും. അങ്ങനെയല്ല, അവർ നിന്നെ പോലെയാകുവാൻ തക്കവണ്ണം അവരെ നിന്റെ ജീവിതം കൊണ്ട് നീ സ്വാധീനിച്ചെടുക്കുക, നിന്റെ വാക്കുകൾ കൊണ്ട് അവരെ പഠിപ്പിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ലോകത്തെ മുഴുവനും നേടുന്നതിനേക്കാൾ ഒരാത്മാവിനെ നീ നേടിയാൽ സ്വർഗം അതോർത്ത് സന്തോഷിക്കും. നിന്റെ ജീവിതത്തിൽ ഒരു വ്യക്തിയെയെങ്കിലും ക്രിസ്തുവിനൊന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ, ഒരു ക്രിസ്തുവിനെ ശിഷ്യനാക്കുവാൻ കഴിഞ്ഞാൽ, ഒരു വലിയ ജനത്തെ നീ നേടിയതിന് തുല്യമാ സ്വർഗത്തിൽ. മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും പറയും, ലോകത്തിലോട്ട് പോയി അവിടെ സുവിശേഷം പറഞ്ഞ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. പക്ഷേ എൻ്റെ ഫോക്കസിങ് അതല്ല, ഇതിനകത്ത് വന്നവരെ ക്രിസ്തുവിൽ ഉറപ്പിച്ചു നിർത്തുവാനാണ് എൻ്റെ വിളി.
പുറത്തുള്ളവരോട് പറയരുതെന്നല്ല, അതെന്നെ കൊണ്ട് കഴിയുമ്പോഴൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഇവാഞ്ചലിസം. പക്ഷേ അതിനേക്കാൾ അപ്പുറമുള്ള എൻ്റെ വിളി എന്തെന്നറിയാമോ? കർത്താവിൻ്റെ സഭയ്ക്കുള്ളിലേക്ക് കടന്നു വന്ന ദൈവത്തിൻ്റെ ജനത്തെ, അവരെ വിളിച്ചിരിക്കുന്ന ശ്രേഷ്ഠമേറിയ വിളിയെക്കുറിച്ച്, അവരെ വിളിച്ചിരിക്കുന്ന മഹത്വകരമായ വിശുദ്ധ വിളിയെക്കുറിച്ച് അവരെ ഓരോ ദിവസവും ഓർമ്മിപ്പിച്ചുണർത്തി അവിടെ വരെ എത്തിക്കുക എന്നുള്ളത് എന്നെ വിളിച്ച വിളി. കർത്താവിൻ്റെ സന്നിധി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, തലകളെ കുനിക്കാം. എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റിട്ടുണ്ട്.